السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വേദിയിലുള്ള അധ്യക്ഷൻ, ആമുഖ സംസാരം നിർവഹിച്ച ഹുസൈൻ ക, മറ്റു സംഘടനാ സാരഥികളെ, ഇവിടെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഈ ശബ്ദത്തിൻ്റെ അടുത്തും അകലെയുമായി ഈ പ്രഭാഷണം ശ്രദ്ധയോടുകൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മജ്ലിസിൽ വന്നിരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നേരത്തെ ഹുസൈൻ അവിടെ സൂചിപ്പിച്ചതുപോലെ മഴയുള്ള ഒരു സന്ദർഭത്തിലാണ് നാം പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അതിശക്തമായ മഴയാണ്. ഇവിടെ ഉള്ളതുപോലെയൊന്നുമല്ല. അപ്പൊ ആ മഴ കണ്ടപ്പോഴും നിങ്ങൾ മഴയുണ്ടെങ്കിലും പ്രോഗ്രാം മാറ്റിവെക്കുകയില്ല എന്ന ഒരു നിശ്ചയദാർഢ്യമുള്ളത് കൊണ്ട് ഞാനിങ്ങോട്ട് വിളിച്ചു നോക്കാതെ തന്നെ യാത്ര പുറപ്പെടുകയായിരുന്നു. ഏകദേശം ഈ അടുത്ത് കാരാവറമ്പ് എത്തുന്നത് വരെ നല്ല മഴയും, പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവിടെ അതിനുശേഷമുള്ള സ്ഥലത്ത് പെയ്യാൻ തുടങ്ങിയത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഇപ്പോൾ ചെറിയൊരാശ്വാസമുണ്ട്. ഇനിയും ഒരു പക്ഷേ പെയ്തേക്കാം. കാരണം മഴ ചുറ്റുവട്ടത്തുണ്ട്. ഇന്ന് 2-3 മണിക്കൂർ നല്ല മഴയുണ്ടാവുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷകരൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്തരം ഘട്ടത്തിൽ എല്ലാത്തിനും ഒരു ദീനുണ്ടല്ലോ, എല്ലാത്തിനും ഒരു ദീനുണ്ട്. ഒരു മഴ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ നിലകൊള്ളുന്ന ആ സ്ഥലത്ത് നമുക്ക് മഴ വേണ്ട എങ്കിൽ അല്ലാഹുമ്മ ഹവാലൈനാ അലൈന എന്ന പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുക. പിന്നീട് അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അത് പൂർണ്ണ മനസ്സോടുകൂടി നമ്മൾ സ്വീകരിക്കുക. അതാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് മഴയുള്ള സന്ദർഭത്തിലും ഒക്കെ നമുക്ക് ചെയ്യാനുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രബോധന പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇതുപോലെയുള്ള പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇവിടെ വന്ന ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പൊതുവെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ, ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാത്തൊരു പ്രകൃതമാണ് ആളുകൾക്ക് പൊതുവെ ഉള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി
ഇത്രയധികം ആളുകൾ ഇവിടെ ഈ പ്രോഗ്രാം വീക്ഷിക്കാൻ വേണ്ടി എത്തിച്ചേർന്നു എന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഉറപ്പും ഈ ആദർശത്തോടുള്ള സ്നേഹവും അള്ളാഹുവിന്റെ ദീന് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അതിന്റെ ശരിയായ വശം സമൂഹത്തിൽ അറിയിച്ചു കൊടുക്കണമെന്ന അടങ്ങാത്ത അഭിമാന്യയുമൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. അള്ളാഹു അതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ബോധ്യപ്പെട്ട അതല്ലെങ്കിൽ തൃപ്തിപ്പെട്ട ഒരു കാര്യം നമ്മൾ വളരെ ആത്മാർത്ഥമായി തന്നെ എടുക്കും. അതിൻ്റെ കൂടി ഒരു തെളിവാണ് ഈ കാണുന്നത്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു എന്നത്. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായും അതുപോലെ തന്നെ വളരെ മനസ്സിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുമാണ് ഒരു കാര്യം സ്വീകരിച്ചിട്ടുള്ളത് എങ്കിൽ സ്വാഭാവികമായും നമ്മൾ അതിന്റെ വക്താക്കളായിട്ട് മാറും, അതിന്റെ പ്രചാരകരായിട്ട് മാറും. അപ്പൊ നമ്മൾ പഠിച്ച ഒരു കോളേജ്, ആ കോളേജ് നമുക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. അവിടെ നിന്ന് കോഴ്സ് പൂർത്തിയാക്കിയതിൽ നമുക്ക് വലിയ അഭിമാനമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ആ കോളേജിനെ കുറിച്ച് പിന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആരെങ്കിലും പഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ, കോളേജ് അന്വേഷിക്കുമ്പോൾ ഞാൻ പഠിച്ച കോളേജ് നല്ല കോളേജാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് നമുക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു രോഗത്തിന് ചികിത്സ തേടിയാൽ ആ ഹോസ്പിറ്റലും അവിടെയുള്ള ഡോക്ടർമാരും അവിടെയുള്ള അന്തരീക്ഷവും ഒക്കെ നമുക്ക് തൃപ്തികരമായി അനുഭവപ്പെട്ടാൽ, ബോധ്യപ്പെട്ടാൽ, നമ്മൾ പിന്നീട് ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ നമ്മൾ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് എന്നത് ഒരു സത്യമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഹോട്ടലാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഷോപ്പാണെങ്കിലും നമുക്കൊരു പ്രാവശ്യം ഒരു നല്ല അനുഭവം കിട്ടിയാൽ പിന്നീട് നമ്മൾ അത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ ഒരു പൊതുവായ ഒരു ശീലമാണ്. നേരെ തിരിച്ചുകൊണ്ട് നമുക്കൊരു തിക്താനുഭവമാണ് ഒരു ഭാഗത്തു നിന്നുണ്ടായത് എങ്കിൽ, നമുക്കൊരു അതൃപ്തിയാണ് ഉണ്ടായത് എങ്കിൽ നമ്മൾ അക്കാര്യവും ഒരുപക്ഷെ ആളുകളോട് അറിയിച്ചു എന്ന് വന്നേക്കാം. ഇവിടെ നമ്മുടെ വിശ്വാസം, ഈ ലോകം നശ്വരമാണ്, ഇതിനു ശേഷമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം വരാനിരിക്കുന്നത്. അവിടെ ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്. ആ സ്വർഗ നരകങ്ങളെ ശരിക്കും മനസ്സിൽ തട്ടി ബോധ്യപ്പെട്ടവരാണ് എങ്കിൽ അവർക്കൊരു നിലക്കും തന്നെ അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. അവർ സ്വാഭാവികമായും ദീനീ രംഗത്തും പ്രബോധന പ്രവർത്തനങ്ങളിലും ഇറങ്ങി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവർക്ക് ഉറപ്പാണെന്ത്, ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് പൂർത്തീകരിക്കാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ എവിടെ വെച്ചാണ് മനുഷ്യൻ മരിക്കുക എന്ന് ഒരാത്മാവിനും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് നമ്മൾ മരിക്കുകയാണെങ്കിൽ ആ മരണത്തിന് ശേഷമുള്ളതാണ് യഥാർത്ഥ ജീവിതം. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോകമാണ്. അത് ഉറച്ച് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സ്വർഗമാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്, അവിടെയുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ഉറപ്പിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും ആ സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ നരകാഗ്നിയിൽ നിന്ന് നമ്മളെ വിലക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആളുകളോട് സംവദിച്ചു കൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ പ്രബോധനം എന്ന് പേരിട്ട് വിളിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പ്രബോധന രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പലപ്പോഴും പല ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ ചില ആളുകളെങ്കിലും ആദ്യം മാറ്റി നിർത്താറുള്ളത് മതത്തെയും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളെയും തന്നെയാണ് എന്ന കാര്യത്തിലും നമുക്ക് തർക്കമില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ വേഗം പള്ളിയുമായുള്ള ബന്ധം, അതേപോലെ തന്നെ ജുമുഅക്ക് വൈകുന്ന സ്വഭാവം, സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ക്ലാസുകൾ മുടക്കുന്ന രീതി, പ്രബോധന രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ആ ഉത്തരവാദിത്തങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന സ്വഭാവം, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ആളുകളിൽ കാണാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു തടസ്സം വന്ന് വിഷമം വന്നാൽ വേഗം ലീവ് പറയുന്ന ഒരു സ്ഥലം ദീനീ മേഖലയായി മാറുന്ന ഒരു സാഹചര്യം
ഒരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെയുള്ള ആരെങ്കിലും എൻ്റെ ശബ്ദത്തിന്റെ പരിധിയിലുണ്ടെങ്കിൽ അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ എന്ത് പ്രശ്നമുണ്ടായാലും ദീനും അതിന്റെ പ്രബോധനവും ചേർത്ത് പിടിച്ചാൽ മറ്റുള്ള മേഖലകളിലുള്ള എന്തെല്ലാം ഫിത്നകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, അതെല്ലാം തന്നെ അള്ളാഹു നമുക്ക് കുറച്ചു തരും, ഇല്ലാതെയാക്കി തരും. അതുപോലെ തന്നെ ആ മറ്റു മേഖലകളിലുള്ള പ്രശ്നങ്ങളൊക്കെ പടച്ചോ നമുക്ക് പുറത്തു തരും എന്ന് തന്നെ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫിത്നയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുവോ? അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു പറയാണ്, ഫിത്നത്തുർ റജുലി ഫി അഹ്ലിഹി വമാലിഹി വവലദിഹി വജാരിഹി തുകഫിറുഹാ അസ്സലാത്തു വസ്സദഖ വൽഅംറു ബിൽ മഅറൂഫി വന്നഹ്യി അനിൽ മുൻകർ. ഫിത്നത്തുർ റജുലി ഫി അഹ്ലിഹി വമാലിഹി വവലദിഹി വജാരിഹി. ഒരു മനുഷ്യന് അവന്റെ കുടുംബത്തിൽ നിന്നോ അവന്റെ സ്വത്തിന്റെ കാര്യത്തിലോ അവന്റെ മക്കളുടെ വിഷയത്തിലോ അവന്റെ അയൽവാസികളിൽ നിന്നോ എന്തെങ്കിലും ഒരു ഫിത്നയോ പ്രയാസങ്ങളോ വന്നാൽ തുകഫിറുഹാ അസ്സലാത്തു വസ്സദഖ, അതെല്ലാം തന്നെ അള്ളാഹു മായ്ച്ചു കൊടുക്കും. എങ്ങനെ? അവന്റെ നമസ്കാരത്തിലൂടെ, അവന്റെ സ്വതക്കയിലൂടെ, വൽഅംറു ബിൽ മഅറൂഫി വന്നഹ്യി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതിലൂടെ ആ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? അവന് ലഘൂകരിച്ചു കൊടുക്കും, ഇല്ലാതെയാക്കി കൊടുക്കും എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ സഹായം അവർക്ക് ഉണ്ടാകുമെന്നാണ്. ആര് നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടായാൽ അത് തടുക്കാനും തകർക്കാനും ഒരാൾക്കും സാധ്യമല്ല. എല്ലാവരും നമ്മളെ സഹായിക്കാനുണ്ട് എങ്കിലും അള്ളാഹു സഹായിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ആർക്കും തന്നെ ഈ ജനങ്ങളുടെ സഹായം വാങ്ങിത്തരാനും കഴിയില്ല എന്ന ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. വല യൻസുറന്നല്ലാഹു മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. സഹായിക്കുന്നവരെ, അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹു എന്ത് ചെയ്യും? സഹായിക്കുക തന്നെ ചെയ്യുമെന്നത് വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ നിർദ്ദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുറ്റുപാടുകളിൽ നടക്കുന്നതൊന്നും തന്നെ എന്നെ ബാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകളും ദീനീ പ്രബോധന രംഗത്ത് നിന്നൊക്കെ മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമൊന്നും എന്നെ ബാധിക്കൂല എന്നതാണ് പലരുടെയും ധാരണ. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ദഅവത്ത് മുടങ്ങിയാൽ അവിടെ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ശിക്ഷകൾ, അത് ഏതെങ്കിലും ഒരാളെയല്ല, അത് മൊത്തത്തിലാണ് ബാധിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾ പരീക്ഷണത്തെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ എന്ന അതിന്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് നിങ്ങളെ മൊത്തത്തിലായിരിക്കും ബാധിക്കുക എന്നതാണ്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായി പറഞ്ഞ ഒരു ഉപമയുണ്ടല്ലോ. ഒരു കപ്പൽ, ആ കപ്പലിന് 2 തട്ടുണ്ട്. അതിന്റെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം മുകളിലത്തെ തട്ടിലാണ്. അപ്പൊ അതിൽ ചില ആളുകൾക്ക് തോന്നിയെന്ത്, നമ്മൾ എന്തിനാണ് വെള്ളം എടുക്കാൻ മുകളിലത്തെ തട്ടിലേക്ക് പോകുന്നത്? ഇവിടെ താഴെ ഒരു കുഴി കുഴിച്ചാൽ, ഒരു ദ്വാരമുണ്ടാക്കിയാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുമല്ലോ. അങ്ങനെ അവര് അവിടെ ദ്വാരമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് അവരുടെ അടുത്തല്ലേ, ഞാൻ എന്തിനവന്റെ കൈ പിടിക്കണം, ഞാൻ എന്തിനവനോടത് തടയണം എന്ന് വിചാരിച്ച് ആ കപ്പലിലുള്ളവർ ഇരുന്നാൽ എന്ത് സംഭവിക്കും? അയാൾ അങ്ങനെ അങ്ങ് കയറൂരി നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അതിൽ നശിക്കും. ആ കപ്പല് മൊത്തം മുങ്ങും. ആ കപ്പലിൽ ദ്വാരമുണ്ടാക്കുന്ന വ്യക്തിയുടെ കൈ പിടിച്ചില്ല എങ്കിൽ എല്ലാവരും നശിക്കും. എന്നാൽ അയാളുടെ കൈക്ക് നിങ്ങൾ പിടിക്കുകയാണ് എങ്കിൽ അയാളും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? ഒന്നിച്ച് രക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ്. വളരെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. ഈ എളയൂർ അങ്ങാടിയിൽ, ഈ എളയൂർ പ്രദേശത്ത് എന്തെല്ലാം തിന്മകളുണ്ടോ, ആ തിന്മകൾക്കിടയിൽ അതിനെതിരിൽ നമ്മൾ വിരലുയർത്തിയില്ല എങ്കിൽ, നമ്മൾ അതിനെതിരിൽ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അത് ഈ നാടിനുണ്ടാകുന്ന ഓരോ ദ്വാരങ്ങളാണ്. അത് അന്ധവിശ്വാസത്തിന്റെ
അനാചാരത്തിന്റെ, ശിർക്കിന്റെ, ബിദ്അത്തിന്റെ, അതുപോലെ തന്നെ മതനിരാസത്തിന്റെ, ലിബറലിസത്തിന്റെ, അങ്ങനെയുള്ള ഒരുപാട് തെറ്റുകൾ, ലഹരിയുടെ, വ്യഭിചാരത്തിന്റെ, തീവ്രവാദത്തിന്റെ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം അധർമ്മങ്ങളുണ്ടോ അതിന്റെ എല്ലാം ദ്വാരങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആളുടെ കൈ പിടിക്കാൻ, അത് തെറ്റാണെന്ന് പറയാൻ ഈ നാട്ടിൽ നിന്ന് ആളുകൾ ഉയർന്നു വന്നിട്ടില്ല എങ്കിൽ ഈ നാട് മൊത്തത്തിലാണ് മുങ്ങുക. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വം പ്രവാചകന്മാർക്ക് ശേഷം നമ്മൾ ഓരോരുത്തരും ബാധ്യതപ്പെട്ടവരാണ്. ആ ഒരു ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇതുപോലെയുള്ള പ്രബോധന പ്രവർത്തനങ്ങളുമായി നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ദഅവ രംഗത്ത് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടാവും. അത് ഈ എളയൂരിന്റെ ചരിത്രം അതിന് നമ്മുടെ മുമ്പിൽ തെളിവുകൾ നൽകുന്നുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയുടെ ചരിത്രം തെളിവ് നൽകുന്നുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഒരു 100 വർഷം മുമ്പ്, ഒരു 100 വർഷം മുമ്പ് ഈ കേരളത്തിന്റെ സാഹചര്യം എന്തായിരുന്നു? മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു വരുമ്പോഴുണ്ടായിരുന്ന അന്തരീക്ഷം എന്തായിരുന്നു എന്നത് ഈ ഇരിക്കുന്ന തലമുതിർന്ന, തലനരച്ച ആളുകളോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ടതില്ല. കാരണം ഈ എളയൂരിലുള്ള കാരണവന്മാരായിട്ട് ആരൊക്കെയുണ്ടോ അവരെല്ലാം അത് വായിച്ചു പഠിച്ചവരല്ല, അത് കേട്ടറിഞ്ഞവരല്ല, മറിച്ച് അനുഭവിച്ചവരാണ്. ഇവിടെ ആദ്യമായി തൗഹീദിന്റെ ശബ്ദം വരുന്ന സമയത്ത് ഈ നാട്ടിൽ എന്തെല്ലാം അനുരണനങ്ങൾ ഉണ്ടായി. ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായി. അങ്ങനെ ഈ നാട് മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും നമ്മുടെ മുൻഗാമികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്ന പ്രശ്നത്തിന്റെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ പരീക്ഷണത്തിന്റെ പടവുകൾ കയറിക്കൊണ്ടാണ്, നീന്തിക്കടന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് സ്വാഭാവികമായും ദഅവ രംഗത്ത് വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ മാറ്റുരക്കുമ്പോൾ അതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അതിൽ സത്യം മനസ്സിലാക്കുന്നത് ആരാണ് എന്നതാണ് ജീവിതത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത്. പരീക്ഷിക്കാതെ ഒരു ജനസമൂഹത്തെയും വിടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അഹസിബന്നാസ്, ഏ ജനങ്ങളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അൻ യുത്റകൂ, നിങ്ങൾ അങ്ങ് വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അൻ യഖൂലു ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ വഹും ലാ യുഫ്തനൂൻ, നിങ്ങൾ പരീക്ഷിക്കപ്പെടാതിരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എന്നത് വിശുദ്ധ ഖുർആനിന്റെ എന്നേക്കുമുള്ള ചോദ്യമാണ്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരെ കൃത്യമായി നാം പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖൂ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സത്യം പറയുന്നവരെന്ന് അറിയാൻ വേണ്ടി തന്നെ. വലയഅലമന്നൽ കാദിബീൻ, ആരാണ് അസത്യവാദികൾ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ നമുക്ക് മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ സൂചിപ്പിക്കുന്നത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതത്തെയും മരണത്തെയും നാം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ദീനീ ദഅവ രംഗത്ത്, പ്രബോധന രംഗത്ത് വന്നു എന്നതുകൊണ്ട് പച്ച പരവതാനി വിരിച്ച് നമ്മെ എല്ലാവരും സ്വീകരിക്കുമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. അതല്ല ഇസ്ലാമിന്റെ ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വേണ്ടപ്പെട്ടവനായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര് അൽ അമീൻ എന്നായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ ഉയരത്തും കയറി നിന്നുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും നാട്ടുകാരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരോട് ആദ്യമായി ചോദിക്കുന്നത്,
ഞാൻ നിങ്ങളോട് ഇതാ ഒരു കാര്യം പറയാൻ പോവാണ്, അത് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ, അംഗീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഏകസ്വരത്തിൽ പറയുന്ന മറുപടി, എന്താ സംശയം മുഹമ്മദേ, നീ പറഞ്ഞോ, നീ ഇതുവരെ കളവ് പറയാത്തവനാണല്ലോ, അതുകൊണ്ട് നീ എന്തു പറയുന്നുവോ അത് ഞങ്ങൾ അനുസരിക്കുമെന്ന ഉത്തരമാണ് അവർ കൊടുത്തത്. എന്നാൽ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഇതാ ഞാൻ എനിക്ക് കിട്ടിയ വഹ്യ് നിങ്ങൾ അറിയിക്കുകയാണ്. എന്താണ് ആ വഹ്യ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ആ വഹ്യ്. ഇപ്പോൾ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനാമൂർത്തികളോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ആ കഅബാലയത്തിലുള്ള വിഗ്രഹങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഒന്നും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. ഏകനായ പടച്ച തമ്പുരാനോട് മാത്രം പ്രാർത്ഥിക്കണം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആ ആശയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ വെച്ചത്. അത് വെച്ചതോടുകൂടി ഇവരുടെ സ്വഭാവം മാറുകയാണ്. ഉടനെ അവർ പറയുന്നത് എന്താ? നീ ഞങ്ങളുടെ കൂട്ടത്തിൽ കുഴപ്പമുണ്ടാക്കി, ഞങ്ങളുടെ കൂട്ടത്തിൽ നീ ഭിന്നിപ്പുണ്ടാക്കി. ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നവരായിരുന്നു, ആ കൂട്ടത്തിൽ നീ ഭിന്നതയുടെ വിത്താണ് വിതച്ചിരിക്കുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തു നോക്കി അവര് പറഞ്ഞത്. മാത്രവുമല്ല, മാരണക്കാരനാണെന്ന് വിളിച്ചു, ഭ്രാന്തനാണെന്ന് പറഞ്ഞു. നമസ്കരിക്കുന്ന സമയത്ത് അഴുകിയ കുടൽമാലകൾ കൊണ്ടുവന്നിട്ടു. അത് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളരെ ചുരുക്കം ആളുകളാണ് ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചത് എന്ന് നമുക്കറിയാം. അവർ വിശ്വസിക്കുന്ന ഓരോരുത്തരും ആ പ്രവാചകന്റെ അടുക്കൽ വരുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഹുബൈബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയാണ്, പ്രവാചകരെ, ഇതാ എന്റെ പുറം നോക്കൂ നിങ്ങൾ. ഈ പുറത്ത് എന്റെ യജമാനൻ ഞാൻ ഈ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ, ഈ ഷഹാദത്ത് കലിമ വിശ്വസിച്ചതിന്റെ പേരിൽ ഇരുമ്പ് പഴിപ്പിച്ചുകൊണ്ട് വെച്ചതാണ്. അതിന്റെ മാംസമാണ്, കരിഞ്ഞ മാംസമാണ് ആ കാണുന്നത്. നിങ്ങൾ പറയുന്ന സഹായം, അള്ളാന്റെ സഹായം എപ്പോഴാ പ്രവാചകരെ വരിക എന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താ? അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന എന്ന വിശുദ്ധ ഖുർആനിൽ പ്രവാചകന് വന്ന വഹയ്യ് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ അങ്ങനെ അങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗം, അവർ വധിക്കപ്പെട്ടിട്ടുണ്ട്, അവർ ഈർച്ചവാള് കൊണ്ട് രണ്ടായി പകുത്തിട്ടുണ്ട്. അവരൊക്കെ പോകുന്ന സ്വർഗമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്പം ക്ഷമിക്കേണ്ടി വരും എന്ന മറുപടിയാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ മറുപടി കേട്ടുകൊണ്ടാണ് സ്വഹാബത്ത് അവിടെ ജീവിക്കുന്നത്. എന്നിട്ടോ നിൽക്കക്കള്ളിയില്ലാതെയായപ്പോ സ്വന്തം അന്നുവരെ ഉണ്ടാക്കിയ മുഴുവൻ സംഗതികളും ആ മക്കയുടെ മണലാരണ്യത്തിൽ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് മദീനയിലേക്ക് പ്രവാചകനും സഹാബത്തും ഹിജറ പോകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എല്ലാം വെടിഞ്ഞുകൊണ്ടാണ് മദീനത്തേക്ക് പോകുന്നത്. ആ മദീനയിൽ ചെന്ന് ഒരു സ്വസ്ഥമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെയും നിങ്ങൾക്ക് സ്വൈരം നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലേക്കും അവർ പടപ്പുറപ്പാടുമായി കടന്നു വരികയും അങ്ങനെയാണത് ബദർ യുദ്ധത്തിൽ കലാശിക്കുകയും പിന്നീട് ഉഹുദിലൂടെ, ഖന്തക്കിലൂടെ, എത്രയെത്ര യുദ്ധങ്ങളിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയിട്ടുള്ളത്. എന്തേ കാര്യം? പ്രവാചകൻ ആരുടെയെങ്കിലും പണം മോഷ്ടിച്ചോ? ഏതെങ്കിലും സ്ത്രീയെ കയറി പിടിച്ചോ? എന്തെങ്കിലും ആ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയോ? ഇല്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്ന ഒരൊറ്റ കാര്യമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളൂ. അത് ചെയ്തതിന്റെ പേരിലാണ് ഈ പ്രയാസങ്ങളും പീഡനങ്ങളും പരിഹാസങ്ങളും എല്ലാം പ്രവാചകന് ഏൽക്കേണ്ടി വന്നത് എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചരിത്രം. ദഅവ എന്നത് നമുക്കെല്ലാവർക്കും ബാധ്യതപ്പെട്ട ഒരു കാര്യമാണ്. നിസ്സാര വിഷയത്തിന്റെ പേരിൽ അത് മുടക്കാൻ പാടില്ല എന്നത് തന്നെയാണ്. അതോടൊപ്പം ദഅവ രംഗത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒട്ടനവധി പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമെല്ലാം നമ്മെ തേടി വരുമെന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള ഒരു കാര്യമാണ്. ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ആരാണ് ഹക്ക് പറയുന്നവർ, ആരാണ് കളവ് പറയുന്നവർ, ആരാണ് യഥാർത്ഥ നിലപാട് സ്വീകരിക്കുന്നവർ എന്ന് പരിശോധിക്കാൻ തന്നെയാണ്. ഒരു പരിശോധന നടക്കണമെങ്കിൽ അവിടെ നെഗറ്റീവും വേണം, പോസിറ്റീവും വേണം, നന്മയും വേണം, തിന്മയും വേണം, ധർമ്മവും വേണം, അധർമ്മവും വേണം, കയറ്റവും വേണം, ഇറക്കവും വേണം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ ഒരു പരീക്ഷണം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ, വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ നമ്മുടെ ഈമാൻ പരീക്ഷിക്കാൻ, നമ്മുടെ സന്നദ്ധത പരീക്ഷിക്കാൻ
വിവിധങ്ങളായ സന്ദർഭങ്ങളും അവസരങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ സന്ദർഭത്തിലെല്ലാം ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ കേരളത്തിലെ തുടക്കത്തിന്റെ ചരിത്രവും. ഇന്ന് നമ്മുടെ വിഷയം തന്നെ മുജാഹിദ് പ്രസ്ഥാനം ചരിത്രവും ദൗത്യവും എന്നതാണ്. അതിന്റെ ചരിത്രവും ഇസ്ലാമികമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ത്യാഗങ്ങൾ, പീഡനങ്ങൾ അത്രയൊന്നും ഇല്ലെങ്കിലും ഈ കേരളത്തിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ഒരു ഉത്തരാർദ്ധത്തിൽ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നുവെന്ന് ചരിത്രമറിയുന്നവർക്കൊക്കെ അറിയാം. വൈദേശിക മേൽക്കോയ്മയുടെ സന്ധിയില്ലാത്ത ചെറുത്തുനിൽപ്പും യുദ്ധങ്ങളും കാരണം സാമ്പത്തികമായി അവർ അങ്ങേയറ്റം ക്ഷീണിച്ചിരുന്നു. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കുന്നതിന് പകരം പാരമ്പര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുകയാണ് അവർ ചെയ്തത്. യഥാർത്ഥത്തിലുള്ള മതമാണ് കേരളത്തിൽ ആദ്യം പ്രചരിച്ചത് എങ്കിലും പിൽക്കാലത്തുണ്ടായ മദ്ഹബി പക്ഷപാതിത്വങ്ങളും സൂഫി ചിന്താഗതിയും ത്വരീക്കത്തുകളും ഇവിടെയും കടന്നുകൂടുകയാണുണ്ടായത്. ജനങ്ങൾ അന്ധവിശ്വാസത്തിലും ശിർക്ക് ബിദ്അത്തുകളിലും മുഴുകി. അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും കരിമ്പടത്തിനുള്ളിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന ഒരു സമൂഹമായിരുന്നു, സമുദായമായിരുന്നു കേരളത്തിലെ മുസ്ലിം സമുദായം എന്നത് ചരിത്രമറിയുന്ന എല്ലാവർക്കും ഓർമ്മിക്കാവുന്ന ഒരു കാര്യമാണ്. മതത്തിന്റെ പ്രമാണങ്ങൾ എന്താണെന്ന് അറിയാതെ നാട്ടാചാരങ്ങളെ മതമായി കണ്ട ഒരു സമൂഹം, വൈജ്ഞാനിക രംഗത്ത് നിന്ന് അകറ്റപ്പെട്ട ഒരു ജനക്കൂട്ടം, സമൂഹത്തിനൊത്ത് മതം പറയുന്ന പണ്ഡിതന്മാർ, ഇതായിരുന്നു 19-ാം നൂറ്റാണ്ടിന്റെ ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ. ഈ സാഹചര്യത്തിൽ നവോത്ഥാന രംഗത്ത് മുസ്ലിം സമൂഹത്തിന്റെ സംഘടിത മുന്നേറ്റത്തിന്റെ പാതയിൽ നാഴികക്കല്ലായി കടന്നു വന്ന സംരംഭമാണ് കേരള മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്നത്. ഇതിന്റെ 2-ാം വാർഷികത്തിൽ വെച്ച് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും വിളിച്ചു ചേർത്ത് ഉലമാ കോൺഫറൻസ് നടത്താനും ഐക്യസംഘത്തിന് കരുത്തു പകരാനും ഒരു പണ്ഡിത സംഘം രൂപീകരിക്കുവാനും നമ്മുടെ പണ്ഡിതന്മാർ തീരുമാനിക്കുകയാണുണ്ടായത്. അങ്ങനെ കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസുന്നത്തി വൽ ജമാഅ സംഘം എന്ന പേരിൽ കേരളത്തിൽ ആദ്യത്തെ പണ്ഡിത സംഘടന നിലവിൽ വരികയാണ്. ഉലമാ പ്രവസംഗമത്തിന് ശാഖകളോ മറ്റു ഘടകങ്ങളോ മണ്ഡലവും ജില്ലയും മറ്റു ഘടകങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഏകീഭാവമോ എല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു കണ്ണിയോ അതിന് ഇല്ലായിരുന്നു. ഈ വിടവ് നികത്താനായി കൊണ്ടാണ് പൊതുജനങ്ങൾക്കൊരു സംഘടന വേണമെന്ന ബോധത്തിന്റെ വെളിച്ചത്തിൽ 950 പണ്ഡിതന്മാരെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ബഹുജന സംഘടന നിലവിൽ വരുന്നത്. അതാണ് കേരള ഹിദ്വത്തുൽ മുജാഹിദീൻ അഥവാ KNM എന്ന് പറയുന്നത്. ഇസ്ലാമിന് വേണ്ടി ത്യാഗ പരിശ്രമങ്ങൾ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ആ മുജാഹിദ് എന്ന പദം തന്നെയാണ് കേരള ഹിദ്വത്തുൽ മുജാഹിദീൻ എന്ന ആ സംഘടനയുടെ പേരിൽ തന്നെ ഇടം പിടിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സമൂഹത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളെ പ്രമാണത്തിന്റെ പിൻബലത്തോടെ നന്നാക്കിയെടുക്കുക എന്ന അർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനമെന്നും അതേപോലെ തന്നെ ഈ സംഘടന അറിയപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങൾ സ്വീകരിക്കാനും ആചരിക്കാനും സച്ചരിതരായ പൂർവികരുടെ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ടാണ് സലഫികൾ എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് പേര് വിളിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ബഹുമാന്യനായ KM മൗലവി, PK മൂസ മൗലവി, AK അബ്ദുൽ ലത്തീഫ് മൗലവി, NV അബ്ദുസ്സലാം മൗലവി, അതുപോലെ തന്നെ M കുഞ്ഞോയി വൈദ്യർ, ഈ 5 പേര് വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ചുകൊണ്ടാണ് KM മൗലവി പ്രസിഡന്റും ബഹുമാന്യനായ നമ്മുടെ അരീക്കോടുള്ള NV അബ്ദുസ്സലാം മൗലവി ജനറൽ സെക്രട്ടറിയുമായി കേരള ഹിദ്വത്തുൽ മുജാഹിദീൻ രൂപീകരിച്ചത്. PK മൂസ മൗലവി, സയ്യിദ് ഹാജി കൊച്ചി എന്നിവരായിരുന്നു അതിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റുമാര്. AK അബ്ദുൽ ലത്തീഫ് മൗലവി അസിസ്റ്റന്റ് സെക്രട്ടറിയും M കുഞ്ഞോയി വൈദ്യർ അതിന്റെ ട്രഷററുമായിട്ടാണ് പ്രഥമ കമ്മിറ്റി രംഗത്ത് വന്നത്. മറ്റു ഭാരവാഹികൾ സുഗമവും ത്വരിതവുമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല പോഷക ഘടകങ്ങളും സബ് കമ്മിറ്റികളും എല്ലാം പിന്നീട് പലപ്പോഴായിട്ട് രൂപീകരിച്ചു. അങ്ങനെയാണ് യുവാക്കൾക്ക് വേണ്ടി ISM-ഉം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി MSM-ഉം അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി MGM-ഉം ഒക്കെ
ഉള്ള വ്യത്യസ്തമായ പോഷക ഘടകങ്ങളുമായി പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്നത്. അങ്ങനെ നിരന്തരമായ പ്രഭാഷണങ്ങൾ, മറ്റു ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ സാൽവേഷനെ പോലെയുള്ള ഇസ്ലാമിക് എക്സിബിഷനുകൾ, ക്യാമ്പയിനുകൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ, വിപുലമായ ഒരു പുസ്തകാലയം, വിവിധങ്ങളായ കോളേജുകൾ, പള്ളികൾ, മറ്റു സ്ഥാപനങ്ങൾ, അങ്ങനെ സമൃദ്ധമായി പിന്നീടുള്ള ഒരു കുതിപ്പായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇത് കേരളത്തിന്റെ ഒരു നഖചിത്രം. എങ്ങനെയാണ് തുടങ്ങിയത് എന്നും എവിടെയാണത് എത്തിയത് എന്നതും ചുരുക്കി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത് അറിയാത്തവരായി ഈ സദസ്സിലോ ഈ ശബ്ദത്തിന്റെ പരിധിയിലോ ആരും തന്നെ ഉണ്ടാവുകയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ വളർന്ന് വികസിക്കുവാനുണ്ടായ ഒരു കാരണം എന്താണ്? ആ കാരണത്തെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായ തിരിച്ചറിവ് ഉള്ളവരായി മാറേണ്ടതുണ്ട്. ഇതിന് ഒരിക്കലും തന്നെ നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എടുത്താൽ ആളുകളെ ജാഗരം കൊള്ളിക്കുന്ന ഒരുപാട് പ്രഭാഷകന്മാർ അതിനുണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ചില പ്രഭാഷകന്മാരുണ്ടാവാം, എന്നാൽ അങ്ങനെയുള്ള ഒരു പ്രഭാഷകരുടെ കൂട്ടം അതിന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വലിയ സാമ്പത്തിക സുസ്ഥിതി അതിനുണ്ടായിട്ടില്ല. എന്നാൽ അതൊന്നും ഇല്ലാതിരുന്നിട്ടും സകലവിധ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടും അത് വളർന്ന് വികസിച്ചതിന്റെ പിന്നിൽ അതിന്റെ കൃത്യമായ ആദർശം തന്നെയായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് അതിന് 1-ാം സ്ഥാനം ആദർശത്തിനാണ്, 2-ാം സ്ഥാനം ആ ആദർശം പ്രബോധനം ചെയ്യുന്ന സംഘടനാ സംവിധാനത്തിനാണ്, 3-ാം സ്ഥാനം ആ ആദർശവും സംഘടനയും നിലനിൽക്കാൻ ആവശ്യമായി നാം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്കാണ്, പള്ളിയും മദ്രസയും കോളേജും സെന്ററുകളുമായുള്ള സ്ഥാപനങ്ങൾക്കാണ്, 4-ാമത്തെ സ്ഥാനം മാത്രമാണ് അതിൽ വ്യക്തികൾക്കുള്ളത്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇതപര്യന്തമുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ആ വ്യക്തി ആ സ്ഥാപനത്തിനും സംഘടനക്കും ആദർശത്തിനും യോജിക്കുമ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് ആ സംഘടനയിൽ ഒരു സ്ഥാനം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആ സ്ഥാപനം ആ സംഘടനാ സംവിധാനവും അതിന്റെ ആദർശത്തെയും ഉൾക്കൊള്ളുമ്പോഴാണ് ആ സ്ഥാപനത്തിന് ഒരു മേന്മയുണ്ടാകുന്നത്, ആ സംഘടനക്ക് പ്രസക്തി ഉണ്ടാകുന്നത് അതിന്റെ ജീവവായുവായ ആദർശം അത് നെഞ്ചിലേറ്റുമ്പോൾ മാത്രമാണ്. നമുക്കറിയാം, കാനും വെള്ളവും പോലെയാണ് സംഘടനയും ആദർശവും എന്ന് പറയുന്നത്. വെള്ളമുണ്ടെങ്കിൽ മാത്രമേ ഒരു കന്നാസിന് അല്ലെങ്കിൽ ഒരു കാനിന് നിലനിൽപ്പുള്ളൂ. എന്തിനാണ് പാത്രം? വെള്ളമുണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. ആ വെള്ളം ഇല്ല എങ്കിൽ പാത്രത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അതുപോലെ ആദർശമില്ല എങ്കിൽ സംഘടനയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഈ വെള്ളമുണ്ടെങ്കിലോ അത് വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് കൈമാറുവാനും കൊണ്ടുപോകുവാനും അത് യഥാവിധി ഉപയോഗിക്കുവാനും ആ ഒരു പാത്രം നിർബന്ധമാണ്, വ്യത്യസ്തങ്ങളായ പാത്രങ്ങൾ നിർബന്ധമാണ്. അതുപോലെ ഈ ആദർശം സമൂഹത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് സംഘടനാ സംവിധാനം വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ആദർശവും സംഘടനയും അത് ഇഴചേർന്ന് നിൽക്കുന്നതാണ് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ അതിന്റെ ഏറ്റവും പ്രഥമ സ്ഥാനം ഏതിനാണെന്ന് ചോദിച്ചാൽ ആദർശത്തിന് തന്നെയാണ്. ആ ആദർശം നഷ്ടപ്പെട്ടാൽ സംഘടനക്കോ സംവിധാനത്തിനോ സ്ഥാപനത്തിനോ അതിന്റെ വ്യക്തികൾക്കോ യാതൊരു പ്രസക്തിയുമില്ല എന്നതാണ് വിശുദ്ധ നമുക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇത്രയും കാലത്തുള്ള ചരിത്രം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ വരച്ചു കാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും വരാറുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് സാധാരണക്കാർ പറയും, ഇപ്പൊ സുന്നികളും മുജാഹിദുകളും തമ്മിൽ പല സ്ഥലത്തും വയലും പ്രഭാഷണവും മുഖാമുഖങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്, മറ്റു വിഭാഗങ്ങളുമായും ഒക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോ വളരെ സാധാരണക്കാരായ ആളുകൾ പറയാറുള്ള ഒരു കാര്യം, അവരുടെ പ്രസംഗം കേട്ടപ്പോ അതാണ് ശരിയെന്ന് തോന്നി, ഇവരുടെ പ്രഭാഷണം കേട്ടപ്പോ ഇതാണ് ശരി എന്ന് തോന്നി, അവരുടെ ലേഖനം വായിച്ചപ്പോ അങ്ങനെയാണ് നല്ലത് എന്ന് തോന്നി. ഞങ്ങൾ സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യും എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആശയക്കുഴപ്പം ഉണ്ടാകുന്ന സമയത്താണ് ഏറ്റവും അവധാനത നമ്മൾ പാലിക്കേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പരീക്ഷണമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്ത് 73 കക്ഷിയാകുമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ഞാനത് വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ 73 കക്ഷികളിൽ ഒന്ന് മാത്രമാണ് ഹക്കിൽ ഉണ്ടാവുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഹക്കിലുള്ള വിഭാഗം ഏതാണെന്ന്
കണ്ടെത്തി അതിൽ പിൻപറ്റുന്നത് ആരാണ് എന്നതാണ് നമുക്കുള്ള പരീക്ഷണം. പരീക്ഷണം എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വേഗം വരിക രോഗമാണ്, അസുഖമാണ്, മറ്റെന്തെങ്കിലും പ്രയാസങ്ങളാണ്, പ്രകൃതിക്ഷോഭങ്ങളാണ്, കൊറോണയാണ്, അല്ലേ? ഇതെല്ലാം പരീക്ഷണങ്ങളാണ്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ പരീക്ഷണമാണ് ആശയക്കുഴപ്പത്തിന്റെ നടുവിൽ അവൻ അകപ്പെടുക എന്നത്. ആ ആശയക്കുഴപ്പം വന്നു കഴിഞ്ഞാൽ അതിൽ തന്റെ പടച്ചതമ്പുരാൻ നൽകിയിരിക്കുന്ന സവിശേഷമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിലേതാണ് ഹക്ക് ഏതാണ് ബാത്തില് എന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നത് പ്രധാനമാണ്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, എത്ര ആശയക്കുഴപ്പമുണ്ടായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറും ആ കാര്യത്തിൽ വേണ്ടതില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടതില്ല. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ അറിയോ? നിങ്ങൾക്ക് എന്ത് ആശയക്കുഴപ്പമുണ്ടായാലും അത് ഞാൻ തീർത്തു തരും. ആർക്കാണ് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യക്തതയുണ്ടാവുക? യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാനാ, സത്യാസത്യ വിവേചനം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും, ലഭിക്കുക തന്നെ ചെയ്യും. എത്രമേൽ സത്യവും അസത്യവും അർദ്ധസത്യവും കുട്ടിക്കുഴച്ചാലും അതിൽ ഏതാണ് ഹക്ക് എന്ന് തിരിച്ചറിയാൻ മാത്രമല്ല, അത് മനസ്സിലാക്കാൻ മാത്രമല്ല, അതിന്റെ കൂടെ നിൽക്കാൻ മാത്രമല്ല, ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അലമാലകൾ പോലെ അലയടിച്ചു വരുന്ന ആ തിരമാലകൾ പോലെ ആഞ്ഞു വീശിയാലും തന്റെ നൗകയെ ആ തിരമാലകൾ ഭേദിച്ചുകൊണ്ട് കരക്കെത്തിക്കുവാൻ ആ വിശ്വാസി പ്രതിജ്ഞാബദ്ധനായിരിക്കുമെന്നതാണ് ആ പരീക്ഷണത്തിലുള്ള വിജയമെന്ന് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തഖ്വയുണ്ടോ, സൂക്ഷ്മതയുണ്ടോ, പടച്ചതമ്പുരാൻ നമ്മളെ കൈവിടുകയില്ല. ഏതാശയക്കുഴപ്പം വന്നാലും അതിലെന്താണ് ഹക്ക് എന്നവന്റെ മുമ്പിൽ അള്ളാഹു കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്നതാണ്. അപ്പൊ ഒന്ന് ഞാൻ പറയുന്നത്, ആര് തമ്മിലുള്ള പ്രശ്നങ്ങളാകട്ടെ, ദീനീ രംഗത്ത് പ്രബോധന രംഗത്ത് എന്തെല്ലാം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായാലും അത് നമ്മളെ പരീക്ഷിക്കുവാനുള്ളതാണ് എന്ന ഓർമ്മ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന നിലപാടെന്താ? ആകെ പ്രശ്നം, ആകെ കുഴപ്പമാണ്, എനിക്കത് മനസ്സിലാണില്ല, എനിക്കിത് മനസ്സിലാണില്ല, എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, അല്ലേ? ഈ 2 ദിവസത്തെ പ്രോഗ്രാം ഇവിടെ വെച്ച് ഇതിന്റെ നോട്ടീസുമായി ഇവിടെയുള്ള എല്ലാ വീടുകളിലും പോയിട്ടുണ്ട്. ആ വീടുകളിലൂടെ ഇതൊക്കെ പോകുന്ന സമയത്തും കൊടുക്കുന്ന സമയത്തും വായിക്കുന്ന സമയത്തും ഒക്കെ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, എന്ത് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ശാന്തമായി പോവുകയാണ്, ഇനി എന്തിനാ ഇതൊക്കെ പാടെ പറയണത്, എന്തിനാ അതൊക്കെ പാടെ വിശദീകരിക്കണത്, എന്താ ഇപ്പൊ ഇതിന്റെ ആവശ്യം, നിങ്ങൾക്കൊന്ന് നാവടക്കൂടെ എന്നൊക്കെ ഒരു പക്ഷേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ പറയുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആശയക്കുഴപ്പമുണ്ടാകുമ്പോൾ അതിന്റെ യഥാർത്ഥ ഹക്ക് ഏതാണ് എന്ന് അന്വേഷിച്ച് ആ ഹക്കിന്റെ കൂടെ ആര് നിൽക്കുന്നു എന്നതാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത്. അതാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. അതിന് നമ്മൾ തയ്യാറാവുക എന്നതാണ്. അത് നല്ല ജീവിത വിശുദ്ധിയുള്ള ആളാണെങ്കിൽ അള്ളാഹ് അവരുടെ മുമ്പിൽ അതാണ് കാണിച്ചു തരുന്നേ ചെയ്യും. അല്ലാത്ത ആളുകള് മരിക്കുന്നത് വരെ ഈ ആശയക്കുഴപ്പത്തിന്റെ പിന്നാലെ പോകും. ഒരു കാര്യവും തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയില്ല. എന്താ ഇത് മുമ്പൊക്കെ നല്ല പ്രവർത്തകനായിരുന്നല്ലോ, എന്താ അപ്പം നിന്നെ പ്രവർത്തിക്കാൻ കിട്ടാത്തത്? ഞാൻ മുമ്പൊക്കെ നല്ല പ്രവർത്തനം, ഞാൻ KNM-ന്റെ പ്രവർത്തകനായിരുന്നു, ISM-ന്റെ പ്രവർത്തകനായിരുന്നു, MSM-ൽ ഉണ്ടായിരുന്നു, അതിന്റെ സംസ്ഥാന കൗൺസിലറായിരുന്നു, അല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോ ഞാൻ തൽക്കാലം ഒന്നും മാറി നിൽക്കുകയാണ്. ആ മാറി നിൽക്കുന്നത് ഇവിടെയുള്ള സംഘടനകൾക്ക് അല്ല ദോഷം വരുത്തുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തറിയോ? ആ മാറി നിൽക്കുന്നത് ആരാണോ മാറി നിൽക്കുന്നത് അയാൾക്കാണ് പ്രതിസന്ധികൾ ഉണ്ടാക്കുക എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ആര് മാറി നിൽക്കും, ആരാശയക്കുഴപ്പത്തിലാകും എന്ന് തന്നെയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ പരീക്ഷണത്തെ നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, സത്യം മനസ്സിലാക്കാനുള്ള മാനദണ്ഡം അറിയുക എന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം നമ്മൾ പഠിച്ചാൽ ഈ മാനദണ്ഡം സമൂഹത്തെ പഠിപ്പിച്ചു എന്നതാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. പലരും ഒരു കാര്യം സത്യമാണോ അസത്യമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ പലതാണ്. അതിലൊന്ന്, നമ്മുടെ യാഥാസ്ഥിക വിഭാഗം കാലങ്ങളായിട്ട് ഇവിടെ പറയാറുള്ള ഒരു ന്യായം എന്താണ്? നമ്മുടെ വാപ്പകാരണവന്മാര് നമ്മുടെ മഹല്ലിൽ നടക്കുന്നത്, ആ കിതാബുകളിൽ എഴുതി വെച്ചത്, അതിന്റെ അപ്പുറത്തേക്ക് എന്തില്ല, ഞങ്ങളൊന്നും ചിന്തിക്കാനില്ല എന്ന മാനദണ്ഡമാണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത്.
ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങളെ പ്രസംഗം കേൾക്കുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നും, നിങ്ങളെ പ്രവർത്തനം കാണുമ്പോൾ അതിൽ കുഴപ്പമില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങളെ വാപ്പ, എന്റെ വാപ്പാന്റെ വാപ്പ, ഞങ്ങളെ കുടുംബം, ഞങ്ങളെ മഹല്ല്, അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് വേറൊരു രൂപമാണ്. അപ്പൊ ഞാനായിട്ട് അതിന് മാറി നിന്ന് ഇതിന്റെ കൂടെ ചേർന്ന് നിന്നാൽ അതൊരു പ്രയാസമാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ വാപ്പ കാരണവന്മാര് പറയുന്നതാണ് എന്നതാണ് ഈ ന്യായമാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. എന്നാൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും ആ ന്യായത്തിൽ നിൽക്കുന്നവർ ഉണ്ട് എങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ മാനദണ്ഡം തെറ്റാണ്. കാരണം നമ്മുടെ ഒരു 5-6 തലമുറകൾക്ക് പിറകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ആരായിരിക്കും നമ്മുടെ വാപ്പ കാരണവന്മാര്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കുറച്ച് തലമുറകൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ള നമ്മുടെ പിതാക്കന്മാർ ആരായിരുന്നു എന്ന് നോക്കിയാൽ മതി. അപ്പൊ ആ അവസ്ഥയിൽ തന്നെ നിലകൊള്ളുകയാണ് ശരി എന്ന് നമ്മുടെ മുൻഗാമികൾ മാലിക് ബിൻ ദീനാറും കൂട്ടരും ഒക്കെ ഇവിടെ ഒറ്റയാൾ പട്ടാളമായി ഈ തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനവുമായി ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം അവർ മുന്നോട്ട് പോയപ്പോ ഞങ്ങളെ കാക്കകാരന്മാരെന്നാണ് വിശ്വാസം എന്നാണ് അവർ സ്വീകരിച്ചിരുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വഇദാ ഖീല ലകും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയതിനെ നിങ്ങൾ പിൻപറ്റണമെന്നവരോട് പറഞ്ഞാൽ ഖാലൂ, അവർ പറയും, ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ വാപ്പകാരണവന്മാര് എന്തൊന്ന് ചെയ്തുവോ അതാണ് ഞങ്ങൾ പിൻപറ്റുക. അവലൗ കാന ശൈത്വാനു യദ്ഉഹും ഇലാ അദാബിസ് സഈർ, ആ വേദനാജനകമായ നരകശിക്ഷയിലേക്കാണ് പിശാച് അവരെ കൊണ്ടുപോകുന്നതെന്ന് അവരറിയുന്നില്ല. വിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പോ ഇത് പണ്ടേ ഉള്ള സ്വഭാവമാണ് മനുഷ്യന്മാർക്ക്. എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ച സമൂഹത്തിനുണ്ടായിരുന്ന ന്യായം തന്നെയാണ് എന്ത്? ഞാൻ നിങ്ങൾ ഈ പോണമാതിരി പോട്ടെ, അത് നിങ്ങൾ അളക്കാൻ സമ്മതിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി പലപ്പോഴും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ആ രീതി എന്തല്ല, ശരിയായ മാനദണ്ഡമല്ല. ശരിയായ മാനദണ്ഡം എന്താ? അത് ഖുർആൻ എന്താണ് പറയുന്നത്, സുന്നത്ത് എന്താണ് പറയുന്നത്, അതിലേക്ക് ഏത് ഘട്ടത്തിലും മടങ്ങാനുള്ള ഒരു ഹൃദയ വിശാലത നമുക്ക് നിലനിർത്താൻ കഴിയുമ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മൾ നേരിന്റെ വഴിയിൽ നിൽക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തറക്തു ഫീകും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയിഹി, ആ വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകന്റെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ പിഴച്ചു പോവുകയില്ല എന്നാണ്. അപ്പൊ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ മെമ്പർഷിപ്പ് അല്ല, നമ്മൾ മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ സ്ഥാപനങ്ങളല്ല, നമ്മൾ മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ ഏതെങ്കിലും വ്യക്തികളല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രഭാഷകന്മാരല്ല, നമ്മുടെ കുടുംബത്തെയല്ല, മറിച്ച് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ മഹൽ സംവിധാനങ്ങളെയല്ല, നമ്മൾ മുറുകെ പിടിക്കേണ്ടത് വിശുദ്ധ ഖുർആനിനെയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആനും സുന്നത്തും മതി, അത് മുൻഗാമികൾ സ്വീകരിച്ച വഴിയിലൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. അതായത് ഇപ്പൊ എല്ലാരും പറയുന്നത് എന്താ? ഞങ്ങളും ഖുർആനാണ് ഓതുന്നത്, ഞങ്ങളും സുന്നത്താണ് പറയുന്നത് എന്നാണ് പറയാ. അപ്പൊ നമ്മള് അതിന്റെ ശരിയായ മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബഹുമാനായ KP മുഹമ്മദ് മൗലവിയുടെ ഒരു പ്രസംഗം. ഈ അടുത്ത് കോഴിക്കോട് നടന്നൊരു പ്രോഗ്രാമിൽ ബഹുമാനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ സംസാരിക്കുന്നതിനിടക്ക് ആ പ്രഭാഷണം അവിടെ കേൾപ്പിച്ചിരുന്നു. എന്താ KP പറയുന്നത്? അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുന്ന കാലത്ത് അദ്ദേഹം സൗദി അറേബ്യ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ഇസ്ലാഹി സെന്ററിലെ പ്രവർത്തകന്മാരോട് പ്രസംഗിച്ച ഒരു പ്രസംഗമായിരുന്നു അത്. ആ പ്രസംഗത്തിൽ ബഹുമാന്യനായ KP പറഞ്ഞത്, കേരളത്തിൽ നമ്മൾ ഒരു പരിധിവരെ ഇതാ വിജയിച്ചിരിക്കുന്നു. എന്താണ് ആ വിജയം? നമ്മൾ ഇവിടെ വന്ന് നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങണം, സുന്നത്തിലേക്ക് മടങ്ങണം, പ്രമാണങ്ങളിലേക്ക് മടങ്ങണം എന്ന് ആദ്യം പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഖുർആനോ സുന്നത്തോ അത് ദലീലല്ല എന്നാണ് പറഞ്ഞിരുന്നത്. അവർ ദലീലായി അഥവാ തെളിവായി അവർ മനസ്സിലാക്കിയിരുന്നത് കാലകീലകളും അതുപോലെ തന്നെ വാറോല കിതാബുകളെയുമായിരുന്നു. അതിനപ്പുറത്ത് ഖുർആനിനെ അവർ അംഗീകരിച്ചിരുന്നില്ല, ഹദീസുകളെ അവർ ഉൾക്കൊണ്ടിരുന്നില്ല. എന്നാൽ അതിശക്തമായി ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും നമ്മുടെ മുൻഗാമികൾ ഈ കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഖുർആനാണ് പ്രമാണം, ഹദീസാണ് പ്രമാണം എന്ന് അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അപ്പൊ ആളുകൾക്ക് അംഗീകരിക്കേണ്ടി വന്നു, ശരിയാണ്, ഖുർആനും സുന്നത്തും തന്നെയാണ് പ്രമാണം. പക്ഷേ
അത് അംഗീകരിച്ചുകൊണ്ട് എന്തായി, അവർ ചെയ്യുന്ന എല്ലാ ശിർക്ക് ബിദ്അത്തുകളും അത് ആ ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് ന്യായീകരിക്കാൻ തുടങ്ങി. അതാണ് മൗലവി പറഞ്ഞത്, എന്ത് ഖുർആനും സുന്നത്തുമാണ് പ്രമാണം എന്ന് ഇവർ അംഗീകരിച്ചു, ഒരു ഘട്ടം വിജയിച്ചു. പക്ഷേ ഇനിയുള്ള നമ്മുടെ സമരം ആ ഖുർആനും സുന്നത്തും നമുക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് എങ്ങനെയാണോ സച്ചരിതരായ സലഫുകൾ മനസ്സിലാക്കിയതും വ്യാഖ്യാനിച്ചതും അതുപോലെ വ്യാഖ്യാനിക്കണം, അതുപോലെ വിശദീകരിക്കണം, ഉൾക്കൊള്ളണം എന്നുകൂടി ഈ സമൂഹത്തെ പഠിപ്പിക്കുക എന്നതാണ് ഇനിയുള്ള നമ്മുടെ ദൗത്യമെന്ന് ബഹുമാന്യനായ KP മുഹമ്മദ് മൗലവി അവിടെ വെച്ച് പ്രസ്താവിക്കുകയുണ്ടായി. ആ ഉത്തരവാദിത്തമാണ് നമ്മളിപ്പോൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഖുർആനും സുന്നത്തും പറഞ്ഞു പോയാ പോരാ, അതെങ്ങനെയാണോ പ്രവാചകന്മാർ സ്വീകരിച്ചത്, സ്വഹാബത്ത് ഉൾക്കൊണ്ടത്, അതുപോലെ അത് സ്വീകരിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. ഈ മാർഗം സ്വീകരിച്ചാൽ ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചുകൊണ്ട് ആർക്കും എന്തും പറയാമെന്ന അവസ്ഥ ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല. ഇവിടെ മറ്റു സമുദായങ്ങളിൽ, മുസ്ലിം സമുദായത്തിലെ മറ്റു സംഘടനകൾ എല്ലാവരും അവരുടേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചത് എന്താ, ഈ മാർഗത്തെ അങ്ങ് മാറ്റിവെച്ചു. അതായത് സ്വന്തം അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ഖുർആനും സുന്നത്തും പറയാൻ തുടങ്ങി. ഇതാണ് ഇവിടെ ഉള്ള എല്ലാ വ്യതിയാനങ്ങൾക്കും കാരണമായത് എന്ന് നമുക്കറിയാവുന്ന ഒരു വിഷയമാണ്. മുൻഗാമികളുടെ മാർഗം, അതിനാണ് നമ്മൾ സലഫുകളുടെ വഴി എന്ന് പറയുന്നത്. സലഫുകൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ, അവരുടെ മാർഗം എന്നുള്ളതിനാണ് മൻഹജ് എന്ന് നമ്മൾ പറയുന്നത്. മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികളുടെ മാർഗം എന്നാണ്. ആ മാർഗം അംഗീകരിച്ചുകൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും നമ്മൾ സ്വീകരിച്ചാൽ ഒരിക്കലും പഴക്കൂല. പക്ഷേ ഇത് വിട്ടതോടുകൂടിയാണ് എല്ലാ പഴവുകളും ഇവിടെ വന്നത്. ശിർക്ക് ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെയുള്ള സുന്നികൾ ആയത്തോതി വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅ്ബദൂൻ എന്ന ആയത്ത് പകുതി വെച്ച് മുറിച്ചുകൊണ്ടാണ് ഓതിയത്. നിനക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കൂ നബിയേ. അത് പറഞ്ഞിട്ട് കാന്തപുരം പറഞ്ഞതെന്താ, കൊട്ടപ്പുറത്ത് വെച്ച് പറഞ്ഞതെന്താ, മുൻപ് മരിച്ചുപോയ പ്രവാചകന്മാരോട് ചോദിക്കുന്ന ഖുർആനിൽ തന്നെ ഉണ്ട്. അപ്പൊ മരിച്ചവരോട് ചോദിക്കാനുള്ള തെളിവാണ്. അപ്പോ ഇപ്പുറത്തുനിന്ന് ബഹുമാനായ ചെറിയ മുണ്ടം പറഞ്ഞു ബാക്കിയും കൂടി ഓതി മുസ്ലിയാരെയാണ്. ആ ബാക്കി ഓതുമ്പോഴാണ് എന്ത്, പരമകാരുണ്യകന് പുറമെ ആരാധിക്കപ്പെടേണ്ട വല്ല ദൈവങ്ങളെയും ഞാൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. ആ ചോദിച്ചു നോക്കുക, ആ കാലഘട്ടത്തോട് ചോദിച്ചു നോക്കുക, ആ ജനങ്ങളോട് ചോദിച്ചു നോക്കുക. എന്നിട്ട് അതിനൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് തെറ്റാണെന്ന് നമ്മൾ അന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് എന്താ, എങ്ങനെയാണ് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ വെച്ച് പറഞ്ഞു കൊടുത്തത് എങ്ങനെ, ഈ ആയത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അതിനുശേഷമുള്ള സ്വാലിഹീങ്ങളോ സലഫുകളോ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? ഇതിനുത്തരം അന്നും ഇന്നും അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബിദ്അത്ത് വന്നതും വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ നബിദിനത്തിന് തെളിവ് വന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന ആയത്ത്. അല്ലാഹുവിന്റെ ഫളല് കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക എന്നാണ്. ഇതിൽ റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറഞ്ഞ് ജന്മദിനത്തിന് ഇവിടെ ആളുകൾ തെളിവുണ്ടാക്കുന്നു. എന്നാൽ തഫ്സീറിലുള്ളത് എന്താ, ഖുൽ ബിഫദ്ലില്ലാ എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം, അത് ഇസ്ലാമാണ്. വബിറഹ്മതിഹി എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ, അത് ഖുർആനാണ്. ഇതാണ് തഫ്സീറിലുള്ളത്, ഇതാണ് മുൻഗാമികൾ മനസ്സിലാക്കിയത്. അപ്പൊ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുവീൻ എന്നതിനെ പ്രവാചകനെ കൊണ്ട് സന്തോഷിക്കുവീൻ എന്നാക്കി ആ പ്രവാചകന്റെ ജന്മദിനം നടത്തലാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് ഇസ്ലാമിലില്ലാത്ത ജന്മദിനം ഇവിടെ തെളിവാക്കി കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, തെറ്റാണെന്ന് പറയാൻ? ഈ ആയത്ത് ഓതിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ വഫാത്താകുന്നത് വരെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തില്ല, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തില്ല, അലി റളിയല്ലാഹുവിന്റെ കാലത്തില്ല. ആ ഉത്തമ തലമുറയിലൊന്നും ഇങ്ങനെ ഒരു ആഘോഷമല്ല. അപ്പൊ ഈ ആയത്ത് അതിന് തെളിവല്ല. ക്ലിയർ അല്ലേ? ഇതാണ് മൻഹജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചല്ല എടുക്കേണ്ടത്. അതുപോലെ തന്നെ വോട്ട് ഹറാമാക്കിയത് ആയത്ത് ഇവിടെ ഓതിയത്, ആയത്ത് തന്നെയാണ് ഓതിയത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇബാദത്ത് എന്നതിന് അനുസരണം, അടിമത്തം, ആരാധന എന്ന മൂന്നർത്ഥവുമുണ്ട് എന്ന ആ ദുർവ്യാഖ്യാനം വെച്ചുകൊണ്ടാണ് അവരുടെ പ്രസ്ഥാനം ഇവിടെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവിടെയും അത് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് പിടിവള്ളിയായി ഉണ്ടായിരുന്നത് എന്താ, ഈ മൻഹജ് നിങ്ങൾ തെറ്റിച്ചു.
മുൻഗാമികൾ ഒരാളും തന്നെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടില്ല എന്ന് അവരോട് കൃത്യമായി നമുക്ക് പറയാൻ പറ്റി. പുതിയ പ്രവാചകൻ വരാനുണ്ട് എന്ന് ഖാദിയാനികൾ പറയാൻ അവർക്ക് തെളിവെന്താ? വബിൽആഖിറതി ഹും യൂഖിനൂൻ, അവസാനത്തേതിൽ അവർ ദൃഢമായി വിശ്വസിച്ചിരുന്നു. അതാണ് അവരർത്ഥം പറയാ. ആഖിറത്ത് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എന്താ? പരലോകം എന്നാണ്. പരലോകത്തിൽ അവർ ദൃഢമായി വിശ്വസിച്ചിരുന്നു എന്നതിനെ ആഖിർ എന്ന് പറഞ്ഞാൽ അറബിയിൽ അവസാനത്തേത് എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഇനിയൊരു പ്രവാചകന് കൂടി അവസാനം വരാണ്ട് അതിൽ അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖാദിയാനികൾ ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ അവരുടെ വാദം, അവരുടെ ഇസ്ലാമികമല്ലാത്ത വാദം അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അവരോട് നമ്മൾ മറുപടി പറഞ്ഞത് എങ്ങനെ? ഒരിക്കലും തന്നെ ഈ ആയത്ത് ഓതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹി തന്നെയാണ് പറഞ്ഞത് അനാ വസാഅതുക ഹാതൈൻ, ഞാനും അന്ത്യദിനവും ഇതുപോലെയാണ്. അഥവാ ഞാൻ വന്നു എന്നത് ഇനി ലോകം അവസാനിക്കുകയാണ്, ഇനി അതിന്റെ ഇടയിൽ എന്തില്ല, വേറൊരു പ്രവാചകനൊന്നുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നതാണ്. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം എന്തല്ല? അതല്ല, അത് മുൻഗാമികൾ ആരും അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുപോലെ നമസ്കാരം 3 ഉള്ളൂ എന്ന് പറയാൻ ചേകനൂർ മൗലവിയും അവസാനം സർവ്വമത സത്യവാദം പറയാൻ ഈ ഖുർആൻ ആയത്തുകൾ തന്നെയാണ് അദ്ദേഹവും ദുരുപയോഗം ചെയ്തത്. വർഗീയവാദികളും തീവ്രവാദികളും എല്ലാവരും അവർക്ക് പറ്റുന്ന രീതിയിൽ വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ വിശുദ്ധ ഖുർആൻ നിരോധിക്കണമെന്ന വാദവുമായി കടന്നു വരാറുള്ളത്. അവിടെയും നമ്മൾ പറയാറുള്ളത് എന്താ? ഈ ആയത്തിന് നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഒരു വിശദീകരണം മുൻഗാമികൾ ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഈ സാധാരണ കണ്ടുവരുന്ന അയൽവാസികളും നാട്ടുകാരുമായി വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആളുകളെ കൊല്ലണമെന്നാണോ ഈ ആയത്തിന്റെ അർത്ഥം? അതെവിടെയാണ് തഫ്സീറിലുള്ളത്? അത് മുൻഗാമികൾ പറയാത്ത അർത്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരോട് നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഞാൻ ഇത് പറയാനുള്ള ഇത്ര വിശദമായി പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം, അതിന്റെ ചരിത്രം, ദൗത്യം എന്ന് പറയുന്നതിന്റെ അടിയാധാരം എന്ന് പറയുന്നത് ഒന്ന് ഖുർആനും സുന്നത്തുമാണ് പ്രമാണം എന്നതാണ്. ആ പ്രമാണം മുൻഗാമികളുടെ മാർഗം അനുസരിച്ചുകൊണ്ടേ സ്വീകരിക്കാൻ പാടുള്ളൂ. അതാണ് ബഹുമാന്യനായ കെ.പി. മുഹമ്മദ് മൗലവി അന്ന് പറഞ്ഞത്. ഇനി അതുകൂടി സ്ഥാപിക്കണം ഈ സമൂഹത്തിൽ. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമാണ് നമ്മൾ ഇവിടെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വിജയിച്ച കക്ഷി എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഫഖീല ലഹും അൽ വാഹിദ, ആരാണ് ആ വിജയിച്ച കക്ഷി? മാ അന അലൈഹി അൽ യൗമ വസുഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടുവോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവരാണ് സത്യത്തിന്റെ കക്ഷി. ആരാണ് സലഫുകൾ? ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എന്റെ ഉമ്മത്താണ് ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും ഉത്തമമായ ഉമ്മത്ത്, പിന്നീട് അതിനുശേഷം വന്നവർ, അഥവാ ആദ്യ തലമുറ. ചില ആളുകൾ മുൻഗാമികൾ എന്ന് പറഞ്ഞാല് നമ്മുടെ തൊട്ട് മുമ്പുള്ള തലമുറയാണെന്ന് വിചാരിക്കും. അതല്ല, മറിച്ച് പ്രവാചകന്റെ കാലം, താബിയങ്ങളുടെ കാലം, തബഉ താബിയങ്ങളുടെ കാലം, ആ കാലഘട്ടത്തിൽ ഉള്ളവർ എങ്ങനെ ഖുർആനും സുന്നത്തും വിശദീകരിച്ചോ അങ്ങനെ നമ്മൾ വിശദീകരിക്കണം. ഇതിന് ഖുർആനിലെ തെളിവുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അലീം. ആ മുൻകടന്നു വന്ന ആദ്യ കാലഘട്ടത്തിൽ മുൻകടന്നു വന്ന ആളുകൾ മുഹാജിറുകളിൽ നിന്നും അൻസാറികളിൽ നിന്നും പിന്നീട് അവരെ ആ നന്മയിൽ തുടർന്നു വന്നവർ, അവരാണ് ആ ഉത്തമ തലമുറ എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത എന്താ? റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വറളൂ അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു, വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ, ആ താഴ്വാരത്തു കൂടി നദികൾ ഒഴുകുന്ന ആ ശാശ്വതമായ സ്വർഗം അവർക്ക് ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പൊ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച, അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹുവിന് അങ്ങോട്ട് തൃപ്തിപ്പെട്ട ആ വിഭാഗമാണ് മുഹാജിറുകളും അൻസാറുകളും, അവരെ തുടർന്നു വന്ന ആ നന്മയിൽ തുടർന്നു വന്ന ആ ഉമ്മത്തും. ഇവരെ കുറിച്ച് ഖുർആനാണ് ഈ പറയുന്ന സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്താണ്. ഇവരുടെ വഴിയിൽ ഖുർആൻ വ്യാഖ്യാനിക്കുന്നവരെ വിളിക്കുന്ന പേരാണെന്ത്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പേര് പറയും, ഫിഖ്ഹത്തുൻ നാജിയ എന്ന് പേര് പറയും, ത്വായിഫത്തുൻ മൻസൂറ എന്ന് പേര് പറയും, സലഫികൾ എന്നവർക്ക് പേര് പറയും, ഇസ്ലാഹികൾ എന്നവർക്ക് പേര് പറയും, മുജാഹിദുകൾ എന്നവർക്ക് പേര് പറയും. ഈ പേരുകളൊക്കെ ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഇത് പറയുമ്പോ ഞാൻ ഇത് ഇത്ര വിശദമായിട്ട് പറയണത് എന്താന്ന് ചോദിച്ചാൽ, ഈ ബേസിനെ 2002 ആയപ്പോ
ചില ആളുകൾ ചോദ്യം ചെയ്തു എന്നതാണ്. അതങ്ങനെയൊന്നുമില്ല. അതൊക്കെ അഞ്ചാം മദ്ഹബാണ്. ഏത് അഞ്ചാം മദ്ഹബാണ്? ഈ മൻഹജുസ് സലഫ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അഞ്ചാം മദ്ഹബാണെന്ന് പറഞ്ഞു വെക്കുക മാത്രമല്ല ചെയ്തത്, അത് ഗൾഫിൽ നിന്നുള്ള ഇറക്കുമതിയാണ് എന്ന് വരെ പറഞ്ഞു. അതിലൂടെയാണ് കേരളത്തിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും നാരായ വേരെന്ന് ഇപ്പോഴും വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് ബഹുമാനായ KP മുഹമ്മദ് മൗലവി പറഞ്ഞ, ഇനി നമുക്ക് കേരള സമൂഹത്തെ പഠിപ്പിക്കാനുള്ളത് ഖുർആനും സുന്നത്തും സ്വീകരിക്കേണ്ടത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അത് സച്ചരിതരായ സലഫുകൾ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം. അതുകൂടി നമുക്ക് പഠിപ്പിക്കാനുണ്ട് എന്ന് KP മുഹമ്മദ് മൗലവിയുടെ അവസാന കാലഘട്ടത്തിലാണ് മൗലവി അത് പറയുന്നത്. സഹോദരങ്ങളെ, ആ പറഞ്ഞ വാക്ക് നെഞ്ചിലേക്ക് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്തമാണ് മുജാഹിദുകൾക്കുള്ളത്. അവരുടെ പേരാണ് മുജാഹിദുകൾ എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുത്തിരിക്കുന്നത്. ആ ധർമ്മവുമായിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. പക്ഷേ 2002 ആയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെട്ട കുറച്ച് ആളുകൾ ഇതിനെ അഞ്ചാം മദ്ഹബായിട്ടും ഗൾഫ് ഇറക്കുമതിയായിട്ടും അത് എല്ലാ പ്രശ്നങ്ങളും ഇവിടെ കൊണ്ടുവന്ന ഒരു പൊതിക്കെട്ടായിട്ടും ഒക്കെ എഴുതുക മാത്രമല്ല, പ്രസംഗിക്കുക മാത്രമല്ല, അത് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം സടകുടഞ്ഞെഴുന്നേറ്റു. കൃത്യമായി അത് ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 2002 സംഭവം, ഞാൻ വിശദീകരിക്കണില്ല. അത് ചോദ്യം ചെയ്തുകൊണ്ട് ഇത് നമ്മുടെ ലൈനല്ല, നിങ്ങൾ പറയുന്ന ഈ മൻഹജുസ് സലഫിനെ നിങ്ങൾ കളിയാക്കിയാൽ, അത് കൈവിട്ടാൽ ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണ്, സുന്നത്ത് ഏതാണ്, ബിദ്അത്ത് ഏതാണ്, ധർമ്മം ഏതാണ്, അധർമ്മം ഏതാണ് എന്ന് വേർതിരിക്കുവാനുള്ള മാനദണ്ഡത്തെയാണ് നിങ്ങൾ തൊട്ട് കളിക്കുന്നത്. ഇത് നിസ്സാര വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരള നദുവത്തുൽ മുജാഹിദീന്റെ സ്റ്റേജുകളിലും പേജുകളിലും നമ്മൾ പോരാടി, ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടി. ആ പോരാട്ടത്തിന് വിജയമുണ്ടായി. ആ പോരാട്ടം വിജയം കണ്ടു. അത് 2002 ശേഷം നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് വിജയിച്ചതോടുകൂടി ആ ആളുകൾക്ക് പിറകോട്ട് പോകേണ്ടി വന്നു. അങ്ങനെയാണ് 2002 മർക്കസുദ്ദാവ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു സംഘമായി അവർ പ്രവർത്തിക്കുന്നത്. ഞാനത് വിശദാംശം പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ മൻഹജുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ബാക്കി പത്രം പിടിച്ചുകൊണ്ടാണ് ഒരുപാട് വിഷയങ്ങൾ. അതോടൊപ്പം സ്വാഭാവികമായി സംഘടനക്ക് അകത്ത് ഉരുണ്ടുവന്ന സംഘടനാപരമായ പ്രശ്നങ്ങളും അതോടൊപ്പം ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ യാഥാർത്ഥ്യം ഈ സത്യത്തെ ഇല്ലാതെയാക്കുന്നില്ല. അത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയാണ് 2002 ഈ വിഷയത്തിൽ കൃത്യമായി ഈ മൻഹജ് എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പടയോട്ടം തന്നെ കേരളത്തിൽ ഉണ്ടായതും അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ മറ്റൊരു സംഘടനയായി പോകുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ സന്ദർഭത്തിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രസ്ഥാനം എന്ന നിലക്ക് നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഒരു സംഘത്തിൽ നിന്ന് അത് 2 വിഭാഗമായി മാറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. പക്ഷേ ശക്തമായി അന്ന് നമ്മുടെ മുതിർന്ന ആളുകളും അന്നത്തെ യുവജന വിഭാഗവും ISM-ഉം MSM-ഉം എല്ലാം അതിശക്തമായി തന്നെ ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഹക്കുമായി മുന്നോട്ട് പോവുകയുണ്ടായി. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ സന്ദർഭത്തിൽ ഈ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെ ആരോപിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു, നിങ്ങൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ ഇവിടെ അന്ധവിശ്വാസങ്ങൾ കൊണ്ടുവരുന്നവരാണ്, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഒഴിവാക്കി എല്ലാ അനാചാരങ്ങളെയും കടത്തിക്കൂട്ടി കൊണ്ടുവരുന്നവരാണ്. ഈ മൻഹജുസ് സലഫ് എന്ന് പറഞ്ഞിട്ട് അതിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്നത് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന ആശയമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പറയുക മാത്രമല്ല, അന്നത്തെ ബഹുമാന്യനായ നമ്മുടെ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയെ അവര് ആ നിലക്കാണ് വിളിക്കുകയും ചെയ്തിരുന്നത്. ജിന്നുവാദികൾ എന്നാണ് വിളിച്ചിരുന്നത്. മൗലവിയെ തന്നെ വിളിച്ചിരുന്നത് ജിന്നുവാദികളുടെ സെക്രട്ടറി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ജിന്നൂരിസം എന്നായിരുന്നു പേരിട്ടിരുന്നത്. 2002 നിങ്ങൾക്ക് ആ പ്രസംഗങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ അങ്ങനെയൊക്കെ വിളിച്ചപ്പോഴും ഇതിന്റെ ഹക്കുമായി അന്ന് നമ്മൾ മുന്നോട്ട് പോയി. അതിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല.
സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷനെ പോലെയുള്ള എക്സിബിഷനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു വന്നപ്പോ ഈ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പിളർപ്പ് ഉണ്ടായിട്ടില്ലാത്ത വിധം പ്രസ്ഥാനം രക്ഷപ്പെട്ട് വളരെ ഉഷാറായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ നിന്ന് വിഘടിച്ചു പോയ ആളുകളാകട്ടെ ദുർബലരായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, ആ വിഭാഗവുമായി ആദർശം ക്ലിയർ ആക്കാതെ യോജിക്കാനുള്ള ഒരു തീരുമാനം, അതിനുള്ള ഒരു ശ്രമം പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ കാലഘട്ടത്തിൽ സ്റ്റുഡൻസിന്റെയും അതുപോലെ തന്നെ യുവജന വിഭാഗത്തിന്റെയും ഒക്കെ നേതൃഭാഗങ്ങളിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അന്ന് നടന്ന ചർച്ചകളും മീറ്റിങ്ങുകളും യോഗങ്ങളും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് വന്നൊരാശയം എന്താണ്? ഈ മർക്കസ് ദഅവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിഭാഗവുമായി ഒന്നിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായി യോഗങ്ങളിൽ ചർച്ച വന്നു, ആ ഒന്നിക്കുന്നതിന്റെ രൂപം എന്താണ്, രീതി എന്താണ്. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞത് ആദർശപരമായ കാര്യങ്ങൾ ക്ലിയറായി ചർച്ച ചെയ്തുകൊണ്ട് ക്ലിയറാക്കിയ ശേഷമേ യോജിപ്പിലേക്ക് പോവുകയുള്ളൂ എന്നതായിരുന്നു. അങ്ങനെയുള്ള കുറെ മാർഗരേഖകളും ഉണ്ടാക്കിയിരുന്നു. ആ മാർഗരേഖകൾ യോഗങ്ങളിൽ അവതരിപ്പിച്ചിരുന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ യോഗം. ആ യോഗത്തിൽ ഒരുപാട് കണ്ടീഷനുകൾ പറഞ്ഞിരുന്നു. ആ കണ്ടീഷനുകൾ അവിടെ വായിച്ചു കേൾപ്പിച്ചു. അത് വായിച്ചു കേൾപ്പിച്ചപ്പോ അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഒഴിച്ച് ബാക്കിയൊക്കെ കേട്ടാ തോന്നുന്നത് നിലവിലുള്ള കേരള നദൂത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ബഹുമാനായ എപിയും ടിപിയും നേതൃത്വം നൽകുന്ന ആ സംഘടനയിലേക്ക് ഇവരെല്ലാം ഒരുമിച്ച് വരികയാണ്. അവരുടെ പള്ളികളും സ്ഥാപനങ്ങളും മദ്രസകളും കോളേജുകളും മദ്രസാ സംവിധാനങ്ങളും എല്ലാം KNMലേക്ക് തന്നുകൊണ്ട് യാതൊരു ഉപാധിയുമില്ലാതെ അവർ തിരിച്ചു വരികയാണ് എന്നാണ് തോന്നുക. അത് വായിച്ചു നോക്കിയാൽ അങ്ങനെ തോന്നുക. അവിടെയുള്ള പല ആളുകൾക്കും അങ്ങനെയാണ് അത് അനുഭവപ്പെട്ടത്. സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ ഒന്നാമത്തെ ആ എഴുതിയ വാചകത്തെ കുറിച്ച് ചോദിച്ചു. ഒന്നാമത്തെ എഴുതിയ എന്താ? ഇരു KNMഉം ഐക്യപ്പെട്ട് ഒന്നായി മാറുമ്പോൾ താഴെ ചേർത്ത സംവിധാനങ്ങളൊക്കെ അതിന്റെ കീഴിലായിരിക്കുമെന്നാണ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഇപ്പോ നിലവിൽ എപിയും ടിപിയും സെക്രട്ടറിയും പ്രസിഡന്റും ആയിട്ടുള്ള KNM ഒറിജിനൽ KNM അല്ല, അതൊരു കഷ്ണം മാത്രമാണ്. ഒരു കഷ്ണം മർക്കസ് ദഅവയിലാണുള്ളത്. അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് അവിടെ ഉള്ളത്. ഇത് രണ്ടും ഒന്നായി അവർ വെക്കുന്ന ചില ഉപാധികളുണ്ട്. അവരെ ഇത്ര ആളുകൾ എക്സിക്യൂട്ടീവിലേക്ക് എടുക്കണം, അതിന്റെ മാതൃഘടകത്തിന്റെ രീതി ഇന്നതാകണം, അതിന്റെ യുവജന വിഭാഗത്തിന്റെ ഭാരവാഹികളുടെ രീതി ഇങ്ങനെയാകണം, അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ രീതി ഇങ്ങനെയാകണം എന്നതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അതില് വിശദാംശങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞ ഉപാധികളൊക്കെ വെച്ചുകൊണ്ട് ഈ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ച് ഒന്നായി കഴിഞ്ഞ ശേഷം അതിന്റെ കീഴിൽ എന്ത് ചെയ്യും? മർക്കസ് ദഅവ വരും, അവരുണ്ടാക്കിയ പള്ളികൾ വരും, അവരുണ്ടാക്കിയ സ്ഥാപനങ്ങൾ വരും, ഒക്കെ അതിന്റെ കീഴിലേക്ക് വരും. ഇതാണ് അതിന്റെ വ്യവസ്ഥ. അപ്പൊ അവിടെയുള്ള പല ആളുകളും ചൂണ്ടിക്കാണിച്ചു, നമ്മളൊക്കെ ചൂണ്ടിക്കാണിച്ചു, ഇത് യഥാർത്ഥത്തിൽ അന്ന് നടപടി എടുത്തിരുന്ന ഒരു 35 ആളുകൾ ഉണ്ടായിരുന്നു. ആ 35 ആളുകളെ നടപടിയെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? അവർ സംഘടനയുടെ ഉള്ളിൽ രഹസ്യമായി ചില സംവിധാനങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിച്ചു. വളണ്ടിയർ കോർ എന്നായിരുന്നു അതിന് പേരിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരായിരുന്നു അന്ന് അച്ചടക്ക നടപടിയും എടുത്തിരുന്നു. അത്തരം ആളുകളുടെ മറ്റൊരു ബുദ്ധിയാണിത്, ഇതിൽ നമ്മൾ വീഴാൻ പാടില്ല എന്ന് കൃത്യമായി അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോഴും അതിന് വാദം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം ഈ 35 ആളുകൾ ഇതിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്ന കരാറ് കൂടിയുണ്ട്. പിന്നെന്താ പ്രശ്നം? അപ്പോഴാണ് ആ കരാറുണ്ട് എന്ന് നൂർഷ സാഹിബാണ് യോഗത്തിൽ വെച്ച് പറയുന്നത്. ആ ബഹുമാനിയായ TP പറഞ്ഞു, അങ്ങനെ ഒരു കരാറൊന്നും നമ്മൾ എഴുതിയിട്ടില്ല, അത് നിങ്ങൾ വെറുതെ പറയണം. അപ്പൊ അവര് തമ്മിൽ അവിടെ പ്രയാസം വന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ആ അഭിപ്രായ വ്യത്യാസം പിന്നെ ആ യോഗം തീരുമാനമാകാതെ പിരിയുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഐക്യത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് ശ്രമിച്ചിടത്തുനിന്ന് പിന്നെ അതിൽ തന്നെ ഒരു ഭിന്നത വന്ന് ഐക്യത്തിന് അനുകൂലമായി പോകുന്ന ഒരു ടീമും പ്രതികൂലമായി പോകുന്ന ഒരു ടീമും KNMൽ തന്നെ രൂപപ്പെടുകയാണ് പിന്നെ ചെയ്തത്.
അങ്ങനെ രൂപപ്പെട്ട് മുന്നോട്ട് പോയി. പിന്നെ സംയുക്തമായ എക്സിക്യൂട്ടീവ് വിളിച്ച് അതിന്റെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് പിന്നീട് വന്ന തീരുമാനം. അതിനുവേണ്ടി 2 വിഭാഗമായുള്ള ക്യാമ്പയിനിങ് പ്രവർത്തനങ്ങളും ശക്തമായി നടന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ആ സന്ദർഭത്തിൽ ശക്തമായി നമ്മളൊക്കെ എടുത്തൊരു സ്റ്റാൻഡ്, ഇന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഒക്കെ ദായിമാരും ഒക്കെ എടുത്തൊരു സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഇതൊരു മതസംഘടനയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ യോജിക്കുന്നത് പോലെ ഇത് യോജിക്കാൻ പറ്റില്ല. അവർക്ക് സ്ഥാനമാനങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള യോജിപ്പാകാം. നമ്മൾ കൃത്യമായി 2002 ഉയർത്തിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതിൽ അടിസ്ഥാനപരമായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഖുർആനും സുന്നത്തും സ്വീകരിക്കാൻ സലഫുകളുടെ മാർഗം അവലംബിക്കണം എന്നതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അനുബന്ധമായ വിഷയങ്ങളുമുണ്ട്. എന്നാൽ അത് 5-ാം മദ്ഹബാണ്, അത് ഗൾഫ് ഇറക്കുമതിയാണ്, അത് അംഗീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമാണവർ. ആ അഭിപ്രായം വെച്ചുകൊണ്ട് അവരെ യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നത് ആത്മഹത്യാപരമാണ്. ഇപ്പൊ നമ്മൾ സ്മൂത്തായി നമ്മളെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി അതിൽ വീണ്ടും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന രീതി നമുക്ക് അത് അരോചകമാണ്, അത് പ്രസ്ഥാനത്തിന് വലിയ മുറിവേൽപ്പിക്കുമെന്നത് എല്ലാവരും പറഞ്ഞ ആ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ മീറ്റിംഗിലും അല്ലാതെയും ശക്തമായ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഐക്യത്തിനോടുള്ള എതിർപ്പുണ്ടായതുകൊണ്ടല്ല, മറിച്ച് ഈ പ്രസ്ഥാനം ബഹുമാനായ KP ഒക്കെ ഇവിടെ പറഞ്ഞ ആ ഒരു നിലപാട് ഇവിടെ കാത്തു സൂക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ അഭിപ്രായം കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദർശമാണ് നമുക്ക് വലുത്. ആ ആദർശ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് നിലപാട് നമ്മൾ സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് കണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ഒന്നും സൈലന്റായി ആ പ്രവർത്തനം. സംയുക്ത എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ അതിലും തന്നെ ഇത് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന അഭിപ്രായമാണ് വന്നത്. അങ്ങനെ ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചു. വീണ്ടും പഴയതുപോലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. പക്ഷേ ഈ ചർച്ച ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അത് ഉയർന്നു വരുമ്പോഴെല്ലാം ഇതേ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതങ്ങനെ കുറെ കാലങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്, പല മീറ്റിങ്ങുകൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനിടക്കാണ് എന്താണോ മർക്കസ് ദഅവയിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഓരോ വിഷയത്തിൽ, അതേപോലെ ചിന്തിക്കുന്ന പല ആളുകളും നമ്മുടെ പല നേതൃസ്ഥാനങ്ങളിലും അന്നുണ്ടായിട്ടുണ്ട്. അവരും ഇവരും തമ്മിൽ വീണ്ടും ഈ ചർച്ചകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അതിൽ അവസാനം അത് യോജിക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്യുകയാണ്. അതിന്റെ പല മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലും ആരൊക്കെയാണോ ഇതിനെ എതിർക്കുന്നത് അവരെ ഒന്നും പിന്നെ പിന്നീട് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല, അവരറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിന് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് പിന്നെ അതൊക്കെ പലരും അറിയുന്നത്. അപ്പൊ വീണ്ടും ഇതിന്റെ പ്രതികരണങ്ങളുമായിട്ട് നമ്മളൊക്കെ ഇത് ശരിയല്ലല്ലോ, ഈ പോക്ക് ശരിയല്ലല്ലോ എന്ന് അവരോടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്താണോ 2002 മർക്കസ് ദഅവയിൽ വെച്ചുകൊണ്ട് കേരള നദുവത്തുൽ മുജാഹിദിനെതിരിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ ഉന്നയിച്ച വാദം എന്തായിരുന്നോ അതേ വാദം പിന്നീട് 2012-13 സമയമാകുമ്പോൾ അത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരികയാണ്. ജിന്നുവാദികൾ എന്ന പ്രയോഗം പിന്നെ ഉള്ളിൽ നിന്ന് തന്നെ വരികയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണോ മർക്കസ് ദഅവക്കാർ വിളിച്ചു പറഞ്ഞത് അത് തന്നെ ഒരേപോലെ ആവർത്തിക്കുക. ജിന്നൂരികൾ എന്ന് ആവർത്തിക്കുക, ജിന്നുവാദികൾ എന്ന് ആവർത്തിക്കുക, നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് ആരോപിക്കുക. അത് ആരോപിച്ചുകൊണ്ട് വീണ്ടും ഒരു മുന്നേറ്റം സംഘടനയുടെ ഉള്ളിൽ നിന്ന് വരികയാണ്. എന്തിനു വേണ്ടി? ഈ രാഷ്ട്രീയ രീതിയിലുള്ള ഐക്യത്തെ വിമർശിച്ച ആളുകളെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു തുരുപ്പ് ചീട്ട് മാത്രമായിരുന്നു ജിന്നിനോട് പ്രാർത്ഥിക്കുക എന്ന ആ ഒരു വാദം. അതല്ലാതെ അതിൽ യാതൊരു കഴമ്പുണ്ടായിട്ടില്ല. അതെല്ലാവർക്കും അറിയാം. പല ആളുകളും പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ 6 മാസം കൊണ്ട് ഇവിടെ ജിന്നിനോട് ആരാധിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കും, ജിന്നിറക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാക്കും, അടിച്ചിറക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ അവിടെ വിശദീകരിച്ചിരുന്നു. ഇപ്പോ 10-13 വർഷമായി. ആർക്കാണത് കാണിക്കാൻ പറ്റുക? അപ്പൊ അത് സത്യമല്ല എന്ന് പറയുന്നവർക്കും പറഞ്ഞവർക്കും എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ന് വരെ അതിന് തെളിവ് ആർക്കും ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് പറഞ്ഞ് അന്ന് മർക്കസ് ദഅവ വിഭാഗം എന്താണോ പറഞ്ഞത് അത് മാത്രം ആവർത്തിക്കുകയാണ് ചെയ്തത്. ആരാണ് അത് ആവർത്തിക്കുന്നത്? അവർക്ക് മറുപടി പറഞ്ഞ് വിശദീകരിച്ചിരുന്ന ചില പ്രഭാഷകന്മാരുണ്ടായിരുന്നു. അതാരാന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ആളുകൾ തന്നെയാണ് അവർ അത് മാറ്റിക്കൊണ്ട്
അന്ന് വരെ പറഞ്ഞത് മാറ്റി എന്താണോ മർക്കസ് ദഅവയുടെ പ്രഭാഷകന്മാര് പറഞ്ഞിരുന്നത് അത് ഏറ്റെടുത്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രസംഗിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പൊ എന്താ അവിടെയാണ് ഞാൻ പറഞ്ഞത് എന്ത് പരീക്ഷണത്തിന്റെ ഘട്ടം വരുന്നത്. അതായത് 2002 വരെ പറഞ്ഞ കാര്യം കുറച്ച് ആൾക്കാരാണ് വിഴുങ്ങി അത് ഞങ്ങളെടുത്ത് വന്ന തെറ്റാണെന്നും പറഞ്ഞ് അവര് തൗബ ചെയ്തു എന്നും പറഞ്ഞ് പുതിയൊരു കാര്യവും ആശയവുമായിട്ട് അവർ കടന്നു വരുന്നു. അപ്പോ ഈ ആദർശത്തെ സ്നേഹിക്കുന്ന ആളുകള് നിഷ്കളങ്കരായ മനുഷ്യന്മാര് പറഞ്ഞു എന്ത് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, ഞങ്ങളത് മാറ്റൂല, കാരണം ഇത് ദീനിന്റെ കാര്യമാണ്, ഇത് ആദർശത്തിന്റെ വിഷയമാണ് എന്ന് ഉറച്ചു പറഞ്ഞു. അപ്പൊ എന്തായി? ആ വിഭാഗമൊക്കെ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് വരുത്തി തീർത്ത് അവരെ പലരെയും പുറത്താക്കി, നോട്ടീസ് കൊടുത്തു. പല ആളുകളും പുറത്തായപ്പോ അതിന്റെ വിഷമം കൊണ്ട് സ്വയം ഇറങ്ങിപ്പോയി. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. നമ്മളോടൊക്കെ പലരും ചോദിക്കാറുണ്ട് നിങ്ങളൊക്കെ ഇറങ്ങിപ്പോയതല്ലേ. ആരെങ്കിലും അങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മളാരും ഇറങ്ങിപ്പോയതല്ല, നമുക്കൊക്കെ കത്ത് തന്നതാണ്. നിങ്ങളെയൊക്കെ മരവിപ്പിച്ചിട്ടുണ്ട്, പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ള കത്ത് തന്നിട്ട് തന്നെയാണ് നമ്മൾക്ക് പോകുന്നത്. ചില ആളുകൾ പറയും നിങ്ങൾക്ക് നേതാക്കന്മാരാകാൻ വേണ്ടിയല്ലേ, നിങ്ങൾക്ക് അധികാരക്കൊതി കൊണ്ടല്ലേ. ആരായി ചോദിക്കുന്നത്? ആരെങ്കിലും നിഷ്കളങ്കരായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ചോദിക്കുന്ന കാര്യം എന്താ അറിയോ? ഇപ്പൊ ഞാൻ ഈ പ്രസംഗിക്കണ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ അന്ന് നിങ്ങൾ പറയുന്ന ഭാഷയിൽ ഒരു അധികാര സ്ഥാനത്താണുള്ളത്. പക്ഷെ നമ്മൾ അതിന് അധികാരമായി ഒരു കാലത്തും കണ്ടിട്ടില്ല. അതൊരു ഭാരവാഹിത്വമായിട്ടേ കണ്ടിട്ടുള്ളൂ. നമ്മൾ നേതാവ് എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാണ് പറയാറുള്ളത്. നമ്മൾ ഭാരം വഹിക്കുന്നവരെന്നാണ് പറയാറുള്ളത്. പക്ഷെ നിങ്ങളുടെ ഭാഷയിൽ അത് അധികാരമാകട്ടെ. അങ്ങനെ ഒരു പോസ്റ്റിലുള്ള ആളുകളായിരുന്നു ഞങ്ങളൊക്കെ. ISMന്റെ സംസ്ഥാന സാരഥികൾ തങ്ങളുണ്ടായിരുന്നവരാണ്. അവിടെ തന്നെ ഇരുന്നാൽ ആ സ്ഥാനത്ത് തന്നെ തുടരാമായിരുന്നു. അതിനപ്പുറത്തേക്കുള്ള സ്ഥാനങ്ങളിലേക്ക് വരികയും ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള ചില സൂചനകൾ നൽകിക്കൊണ്ട് പലരും നമ്മളെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. ആരൊക്കെയാണ് വന്നതെന്നും ആരൊക്കെയാണ് സംസാരിച്ചതെന്നും കൃത്യമായ ധാരണ നമുക്കുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത് അധികാരവും സ്ഥാനമാനവുമാണ് ആവശ്യമായിരുന്നതെങ്കിൽ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. പക്ഷേ അതല്ല നമുക്ക് ആവശ്യം. നമ്മൾ മരിച്ചാൽ നമുക്ക് പോകാനുള്ളത് ആ ഖബറിലേക്കാണ്. നമുക്ക് നാളെ പരലോകത്ത് വിചാരണക്ക് മുന്നിൽ നിൽക്കേണ്ടതുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ഒരു കാലത്ത് പറഞ്ഞ തൗഹീദ് മാറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ പരലോകത്ത് ചെല്ലാൻ കഴിയില്ല. ഒരു കാലത്ത് പ്രമാണമാണെന്ന് പറഞ്ഞത് ഒരു കാലം കഴിയുമ്പോൾ അത് പ്രമാണമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തൗഹീദ് ഒരു കാലത്തും മാറ്റമില്ലാത്തതാണ്. പ്രവാചകന്മാർ അഖിലവും പഠിപ്പിച്ച ആ തൗഹീദിന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഇത്രയും കാലം പ്രബോധനം ചെയ്തതിൽ നിന്ന് ഒരു അണുവിട വ്യത്യാസം വരുത്താൻ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം നമ്മൾ സമ്മതിക്കില്ല എന്നതാണ്. അപ്പോഴാണ് നിങ്ങൾ ഒഴിവാക്കും, പുറത്താക്കും. അവിടെയാണ് പരീക്ഷണത്തിൽ ഈ കൂട്ടായ്മ വിജയിച്ചത്. ആരൊഴിവാക്കിയാലും വേണ്ടില്ല, ആര് പുറത്തു നിർത്തിയാലും വേണ്ടില്ല. KM മൗലവി പറഞ്ഞ തൗഹീദേ ഞങ്ങൾ പറയൂ, EK മൗലവി പറഞ്ഞ തൗഹീദേ ഞങ്ങൾ പറയൂ, കുഞ്ഞീദ് മൗലവി പഠിപ്പിച്ചതേ ഞങ്ങൾ പറയൂ. ആ കാലഘട്ടത്തിൽ അവർ പ്രമാണത്തിന്റെ പിൻബലത്തോടു കൂടി പഠിപ്പിച്ച ആ തൗഹീദ് മാറ്റാൻ, അതാരെങ്കിലും ഒരാൾ തൗബ ചെയ്തത് കൊണ്ട് മാറ്റാൻ നിങ്ങൾക്ക് നിർവാഹമില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ അടിച്ചിറക്കുന്ന ആൾക്കാരാണ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. അതിന് ആയത്തുകൾ നിങ്ങൾ കട്ടുമുറിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നലെ ബഹുമാനനായ ഫൈസൽ മൗലവി ആ ഭാഗങ്ങൾ വിശദീകരിച്ചു പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് വരെ ഒരാൾക്കും അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, വെറുതെ പറയാന്നല്ലാതെ. അപ്പൊ വസ്തുത വളരെ ക്ലിയർ ആണ് സുഹൃത്തുക്കളെ. നമ്മൾ മാറാൻ തയ്യാറായില്ല, ഈ ആദർശത്തിൽ നിന്ന് മാറാൻ തയ്യാറായില്ല. എന്നാൽ ചില ആളുകൾ അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടനയെ കൈപ്പിടിയിൽ വെച്ചുകൊണ്ട് ഇത്ര കാലം നമ്മൾ പറഞ്ഞ തൗഹീദിൽ മാറ്റം വരുത്തി. അത് പറയുമ്പോൾ നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട, ഞങ്ങൾ ആരെ പേരിലും അങ്ങനെ ശിർക്ക് ആരോപിക്കണില്ല. പക്ഷെ തെറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം പറയും. ഇസ്ലാമിന്റെ പ്രമാണമാണ് എന്താ അറിയോ? ശിർക്കില്ലാത്ത ആളുകൾക്ക് നേരെ ശിർക്ക് ആരോപിച്ചാൽ ആ ശിർക്ക് നേരെ തിരിച്ചു വരുമെന്നാണ്. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടുത്തെ കാരണന്മാരോടാണ് ഞാൻ പറയുന്നത്. അവർ സാധുക്കളായിരിക്കും. ഈ
വിഭാഗം ജിന്നിനോട് പ്രാർത്ഥിക്കണോലാണ് ഇങ്ങനെ ഖുതുബയിലും മെമ്പറിലും അടിക്കടി പ്രസംഗിക്കുമ്പോൾ അതിങ്ങനെ കേട്ട് അതിന്റെ മറുവശം കേൾക്കണില്ലല്ലോ. അതിന്റെ മറുവശം എത്രയോ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, എഴുത്തുകളുണ്ട്. ഇതൊന്നും കേൾക്കൂല. ഈ കേൾക്കാതിരിക്കുന്ന സ്വഭാവം ആരുടെ സ്വഭാവമാണ്? അത് മുജാഹിദുകളുടെ സ്വഭാവമാണോ? ഒരിക്കലും മുജാഹിദുകളുടെ സ്വഭാവമല്ലല്ലോ അത്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്ന് ആദ്യകാലത്ത് ഈ തൗഹീദും സുന്നത്തും പറഞ്ഞപ്പോ മുസ്ലിയാക്കന്മാരും അവരുടെ അനുയായികളും പറഞ്ഞിരുന്നതാണ് എന്താ, അവരെ പ്രസംഗം ഉണ്ടെങ്കിൽ കേൾക്കാൻ പോകാൻ പാടില്ല, അവിടെ ഇരിക്കാൻ പാടില്ല, അത് കേൾക്കാൻ പാടില്ല, അത് ഞങ്ങൾക്ക് അറിയേ വേണ്ട, കേൾക്കേ വേണ്ട. എത്ര ആളുകളാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഈ വിഷം ഇങ്ങനെ അടിച്ച് കയറ്റാണ്. ആ വിഷം എവിടെ വരെ എത്തിയെന്നറിയോ? ഞാൻ നാളെ ഒരു പ്രസംഗത്തിൽ അത് സൂചിപ്പിച്ചിരുന്നു. കോഴിക്കോട് പോകുമ്പോൾ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി. പിന്നെ അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കര ട്രാഫിക്കാണ്, വണ്ടി ഓടിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ വണ്ടി ആ പള്ളിയുടെ മുറ്റത്ത് ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ഒരു കാരണവർ ഇരിക്കുന്നു. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വരുന്ന ആ വണ്ടി അവിടെ ഇടാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ കാര്യം, എന്താ പ്രശ്നം? അല്ല, അത് ഇടാൻ പറ്റൂല. അപ്പൊ ഇത് മുജാഹിദ് പള്ളിയല്ലേ, നമ്മളൊക്കെ അവിടെ ഒരുപാട് ക്ലാസ് എടുത്തതാണ്, നമുക്ക് അറിയാനുള്ള സ്ഥാപനമല്ലേ, നമ്മളെ സ്ഥാപനമല്ലേ, എന്താ ഒരു വണ്ടി ഇവിടെ ഇടുമ്പോൾ പ്രശ്നം? വിശാലമായ മിറ്റാണല്ലോ, ഇനി രാത്രി ആവുകയും ചെയ്തു, ഇനി ആരും വരൂല്ല, ഇനി സുബൈക്കല്ലേ ആള് വരുള്ളൂ, എന്താ പ്രശ്നം? അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടി എന്താ വെച്ചാൽ, നിങ്ങൾ മുജാഹിദൊന്നുമല്ല, നിങ്ങളൊക്കെ നിങ്ങൾക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ആ സാധു അങ്ങനെ പറയാണ്. എന്തുകൊണ്ടാണ്? ഇതിങ്ങനെ ഈ വിഷം ഇങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം. അത് കേട്ടിട്ട് അതങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പറയണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര മാരകമായ പ്രയോഗമാണ് പ്രയോഗിക്കുന്നത്. ഞാനിത് ഈ ശബ്ദം കേൾക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മുജാഹിദുകൾ നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. വെറുതെ ഒരാൾ വ്യഭിചാരിയാണ് എന്ന് പറയുന്നതിലേറെ, മദ്യപാനിയാണ് എന്ന് പറയുന്നതിലേറെ, മോഷ്ടാവാണ് എന്ന് പറയുന്നതിലെ ഗുരുതരമായ വിഷയമല്ല അയാൾ മുശ്രിക്കാണ്, അല്ലെങ്കിൽ അയാൾ ശിർക്ക് ചെയ്യുന്ന ആളാണ്, അയാൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത് ആരെ പറഞ്ഞു? ഇത് പറഞ്ഞതും നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെയാണ്. അവർ ഇന്ന് വരെ തിരുത്തിയിട്ടില്ലല്ലോ. അതും യാഥാസ്ഥിക വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾക്ക് കൊടുത്ത അഭിമുഖങ്ങളിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. എത്ര സ്റ്റേജുകളിൽ അത് പറഞ്ഞു? ആരാണ് അത് പറഞ്ഞത്? നിങ്ങൾ കാണിച്ചു തരും. ഇന്ന് വരെ അത് പറയാൻ പറ്റിയിട്ടില്ല, ഇന്ന് വരെ അത് തിരുത്തും കൊടുത്തിട്ടില്ല. അത് ഇങ്ങനത്തെ ആൾക്കാരെ ഏറ്റു പറയും ചെയ്യാം. എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുപോലുള്ള അനുഭവങ്ങൾ എത്ര ആളുകൾക്ക് അവിടെ ഉണ്ടാവും? എത്ര പള്ളികൾ, എന്താ സുഹൃത്തുക്കൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ എന്താ പറയുക, നമ്മളാണ് മരിച്ചു പോകുമ്പോൾ നമ്മളെ കബർക്ക് നമ്മൾ ഒറ്റക്കാ പോവുക. ഈ നേതാക്കന്മാരും ഉണ്ടാവില്ല, നമുക്ക് ക്ലാസ് എടുത്തോലും ഉണ്ടാവില്ല, പ്രസംഗിച്ചെന്നോലും ഉണ്ടാവില്ല. ഈ പറഞ്ഞതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഒറ്റക്കണ്ട് ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ട് വേണം. നമ്മക്കതൊന്നുമില്ല. ഇപ്പൊ നേരെ ഫൈസൽ ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു, നമ്മളെ ഇങ്ങോട്ട് എന്ത് ആക്ഷേപം പറഞ്ഞാലും നിങ്ങൾ വഹാബികളാണ് എന്ന് പറഞ്ഞ ആരോപണം കേട്ടവരാണ് നമ്മൾ. നിങ്ങൾ പുത്തൻവാദികളാണ് എന്ന ആരോപണം കേട്ടവരാണ് നമ്മൾ. നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ് എന്ന ആക്ഷേപം കേട്ടവരാണ് നമ്മൾ. നിങ്ങൾ സമൂഹത്തിൽ ഭിന്നിപ്പും കുഴപ്പമുണ്ടാക്കുന്നവരാണ് എന്ന ആക്ഷേപങ്ങൾ ഒരുപാട് തവണ നമ്മൾ യാഥാസ്ഥിക വിഭാഗങ്ങളിൽ നിന്ന് കേട്ടവരാണ് നമ്മൾ. ആ ആക്ഷേപങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആക്ഷേപം അത്രേ നമുക്കുള്ളൂ. ഇതിന്റെ പേരിൽ നമുക്ക് നന്മകൾ പരലോകത്ത് എഴുതപ്പെടും, സംശയിക്കൊന്നും വേണ്ട കാര്യത്തിൽ. എന്നാൽ ഇത് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കേൾക്കുന്നത് അപ്പടി അങ്ങ് പറഞ്ഞു പോവുക എന്നത് നമ്മുടെ ഖബറിൽ നമ്മൾ നാളെ മറുപടി പറയേണ്ട വിഷയമായി വരും എന്നത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഈ വിഷയങ്ങളൊന്നും പറയാറില്ല. പരമാവധി ഇത് പറയാതെ മുന്നോട്ട് പോകാനാണ് നമ്മൾ പരിശ്രമിക്കാറുള്ളത്. ഇതുപര്യന്തമുള്ള നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രഭാഷണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി. ഇപ്പൊ ഒരു സമ്മേളനത്തിന്റെ മുറ്റത്താണ് നമ്മളുള്ളത്. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ കൂടി ഇത് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ആമുഖ സംസാരം നേരത്തെ ഹുസൈൻക്ക് അവിടെ നിർവഹിച്ചപ്പോൾ അദ്ദേഹം പറയണ്ടായി, വിഷമം പറയണ്ടായി. അതായത് പള്ളികളിൽ ചെല്ലുമ്പോൾ, ഖുതുബകളിൽ വരുമ്പോൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഏകപക്ഷീയമായി ഇത് കേൾക്കുമ്പോ സാധുക്കളായ കുറെ മനുഷ്യന്മാരെന്തോ ഇതിൽ കാര്യം ഉണ്ടാവും എന്ന് വിചാരിച്ചു പോവുകയാണ്. അപ്പൊ അതല്ല, അതിന്റെ വസ്തുത ഇന്നതാണ് എന്ന് തിരിച്ചു പറയേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ വെക്കേണ്ടി വരുന്നത്. അതായത് വെപ്പിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ശിർക്കില്ലാത്ത ആളുകൾക്ക് നേരെ ശിർക്ക് ആരോപിച്ചാൽ എഴുതി വെച്ചോ, ആ ശിർക്ക് നമ്മളിലേക്ക് തിരിച്ചു വരും. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിഷയത്തിൽ ഇപ്പൊ സംഭവിച്ചത്.
ബഹുമാനരായ നമ്മുടെ കാരണവന്മാർ, KNM നേതാക്കന്മാരും കാരണന്മാരും സുഹൃത്തുക്കളും ആരെങ്കിലും എൻ്റെ പ്രസംഗം കേൾക്കണമെങ്കിൽ ഞാൻ അവരോട് വളരെ സ്നേഹത്തോടു കൂടി പറയണം. നിങ്ങൾക്കറിയോ ഇവിടെ സംഭവിച്ചത് എന്താന്ന്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന് പറഞ്ഞാൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അള്ളാഹിനോട് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതിന്റെ പേരിൽ എത്ര ആക്ഷേപം നമ്മൾ കേട്ടിട്ടുണ്ട്. മുജാഹിദീങ്ങൾക്ക് ഒരു മാത്രമുണ്ട്, മൊറാർജിക്ക് ഒരു മൂത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞു കണ്ട് എത്ര ആക്ഷേപങ്ങൾ നമ്മളവിടെ കേട്ടിട്ടുണ്ട് അല്ലേ? സുന്നികൾ എത്രത്തോളം ആക്ഷേപിച്ചിട്ടുണ്ട് നമ്മളെ. എന്നാൽ ഇന്ന് ആ മാത്രത്തിലാണ് എന്ത് തകരാറ് സംഭവിച്ചിട്ടുള്ളത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് മനുഷ്യന്മാരൊഴിവാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് പറഞ്ഞവരും എഴുതിയവരും നിസ്സാരക്കാരൊന്നുമല്ല. അങ്ങനെ മനുഷ്യന്മാർ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. തെറ്റാണത്, ദുർവ്യാഖ്യാനമാണത്. അത് എഴുതി പ്രസംഗിച്ചു. ഇത്രയും കാലം അതിനെതിരെ നമ്മൾ ലഘുലേഖകൾ ഇറക്കി, മാസികകളിൽ എഴുതി, യൂട്യൂബിൽ പ്രസംഗിച്ചു, ഒരുപാട് മുഖാമുഖങ്ങളിൽ അതിന് മറുപടി പറഞ്ഞു, ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഈ നിമിഷം വരെ അത് പറഞ്ഞ ആളുകൾ കൃത്യമായി അത് തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ ഇളയൂരിലുള്ള എന്റെ കാരണവന്മാർ, എന്റെ രക്ഷിതാക്കളോട് ഞാൻ വളരെ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ്, നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് എന്താ അത് തിരുത്താത്തത്, എന്താണ് തിരുത്താത്തത്? അത് നിങ്ങൾ അന്വേഷിക്കണം, ചോദിക്കണം. എന്തിനു വേണ്ടി? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കത്തിന്റെ വിഷയമായിട്ടല്ല. ഈ വിശ്വാസം കൊണ്ട് ആ എഴുതിയവരും പ്രസംഗിച്ചവരും മരിച്ചുപോയാൽ അത് വലിയൊരു പാതകമാണത്. ഇത് തൗഹീദിന്റെ വിഷയമാണ്. ഇത് തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ എത്രയോ കാലം യുദ്ധം ചെയ്ത ഒരു വിഷയമാണിത്. അതിൽ ഒരിക്കലും നമുക്ക് വീഴ്ച വരാൻ പാടില്ല. അപ്പൊ ഇവിടെ ഇല്ലാത്ത ഒരു ശിർക്കിനെ ആരോപിച്ചപ്പോ യഥാർത്ഥത്തിലുള്ള ഒരു ശിർക്ക് അവിടെ സംഭവിക്കുകയാണ് ചെയ്യും. എന്നാലും നിങ്ങൾ ശിർക്കിലാണ്, നിങ്ങൾ മുശ്രിക്കീങ്ങളാണ് എന്ന് ഞങ്ങൾ പറയില്ല. കാരണം അത് ശരിയല്ല. കാരണം ഇവിടുത്തെ സാധാരണക്കാരൊന്നും അത് അങ്ങനെ അംഗീകരിക്കുന്നുണ്ടാവില്ല. പക്ഷെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ തിരുത്തണ്ടേ? ഇതുപോലെ എത്ര കാര്യങ്ങൾ ഇപ്പോ നമ്മുടെ മുൻഗാമികളായ KM മൗലവിയും അതുപോലെ തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് വരെയുള്ള എല്ലാ ആളുകളും എഴുതിയത്, കുഞ്ഞീദ് മൗലവിയൊക്കെ തൗഹീദിന്റെ നിർവചനങ്ങളായിട്ട് എഴുതിയത് നമ്മൾ ഇപ്പോഴും എടുത്തു വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ. പക്ഷെ ആ പുസ്തകങ്ങൾ എടുത്തു വായിക്കുമ്പോൾ ഇപ്പോ KNM പല വേദികളിൽ നിന്നും പല ആളുകളും പറയുന്ന കാര്യം എന്താ അറിയോ? അതൊക്കെ KM മൗലവിയൊക്കെ സുന്നിയാകുന്ന കാലത്ത് എഴുതിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. നഊദു ബില്ലാഹ്. നമ്മൾ പറയും അവർ മുജാഹിദായതിനു ശേഷം എഴുതിയതാണ്. അതിൽ യാതൊരു തകരാറുമില്ല. ആ KM മൗലവിയും EK മൗലവിയും അതുപോലെയുള്ള പണ്ഡിതന്മാരും തൗഹീദിന് കൊടുത്ത നിർവചനം എന്താണോ അത് അക്ഷരം പ്രതി ആ പ്രമാണത്തിനോട് യോജിക്കുന്നത് സ്വീകരിക്കുന്നവരാണ് സുഹൃത്തുക്കളെ നമ്മൾ. പിന്നെന്താ കുഴപ്പമുള്ളത്? ഇതൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത്? വ്യാജമായ പ്രചാരണങ്ങൾ ഇവിടെ നടത്തുന്നത്. അത് ഒറ്റ കാരണം എന്ത് അറിയോ? ഈ ഐക്യം നടന്നപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? ഇത് ശരിയായ രീതിയിൽ ഐക്യമാകണമെങ്കിൽ പിന്നെ ശരിയായ ആദർശപരമായ ചർച്ചകൾ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോ പിന്നീട് ഇവരെന്ത് ചെയ്തു? 2012-2013 കാലത്ത് ഈ ഒരു കൂട്ടായ്മയിലുള്ള ആൾക്കാരെ പുറത്താക്കി മുന്നോട്ട് പോയി. പിന്നെ 2016 ആയപ്പോൾ സംഭവിച്ചത് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. 2016 ഡിസംബറിലാണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഇവർ രണ്ടു കൂട്ടരും ഒന്നാകുന്ന ഐക്യ സമ്മേളനം നടക്കുന്നത്. എന്ത് മനസ്സിലായി? ഈ ഐക്യത്തിന് തടസ്സം നിന്നിരുന്ന ആൾക്കാരെ പുറത്താക്കിയപ്പോൾ അത് സാധിച്ചു. അത്രേ ഉള്ളൂ. അവ പറഞ്ഞത് സത്യമല്ലേ? അപ്പോഴും നമ്മൾ പറഞ്ഞു എന്ത്? ഇനി ഈ ഐക്യവും സത്യമാകണമെങ്കിൽ, യാഥാർത്ഥ്യമാകണമെങ്കിൽ ശരിക്ക് നിങ്ങൾ തൗഹീദിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ തമ്മിലുള്ള ഭിന്നത തീർക്കണം. കാരണം മർക്കസ് ദഅവയിലെ വിഭാഗത്തിന് സിഹിർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. കാരണം ഹദീസിലുള്ളതാണ്. പക്ഷെ അത് വിശ്വസിച്ച ശിർക്കായി എന്ന് പറയുന്നത് ചെയ്തേ കാര്യമല്ല. എന്നാൽ KNM ഭാഗത്തുള്ള ആളുകളുടെ വിശ്വാസം എന്താ? അത് ബാധിക്കും തന്നെയാണ്. അത് ബാധിക്കുന്ന വിശ്വസിച്ച ശിർക്കല്ല എന്നാണ്. ഇതിലൊരു തീരുമാനാക്കാതെ, ഇത് ബേസാണ്, ഇത് ശാഖാപരല്ല വിഷയം. അത് തീരുമാനാക്കാതെ ഐക്യപ്പെട്ട ഇനിയും പ്രശ്നമാവും എന്ന് കേരളം മുഴുവൻ നമ്മൾ പ്രസംഗിച്ചു 2016 ശേഷം. ഷാ പ്രസംഗിച്ചപ്പോ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് അസൂയയാണ്, നിങ്ങൾ ഐക്യത്തിൽ കൂട്ടാത്തത് കൊണ്ടുള്ള അസൂയയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. പക്ഷേ പിന്നെ നമ്മൾ കണ്ടത് എന്താ? 2018, അതായത് 16 കഴിഞ്ഞ് കഷ്ടി 2 വർഷം തികഞ്ഞില്ല. അപ്പോഴേക്ക് അതേ കടപ്പുറത്ത് തന്നെ വീണ്ടും അതാ ഒരു സമ്മേളനം വരുന്നു. ആ ഒന്നിച്ച ആളുകൾ തമ്മിൽ ഭിന്നിച്ചു.
ഞാൻ ഇവിടുത്തെ എൻ്റെ കാരണവന്മാരോട് പറയുന്നൊരു കാര്യം എന്താ പറയുക, നമ്മൾ എന്താണോ അന്ന് പറഞ്ഞത് സംഭവിക്കുകയല്ലേ ചെയ്തത് പ്രസ്ഥാനത്തിൽ. നമ്മളന്ന് പറഞ്ഞാണ് എന്ത്, ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല, ഇത് ആദർശ പിന്നെ സംഘടനയാണ്. ഈ ആദർശം ഒന്നും ക്ലിയർ ആക്കാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനമാനങ്ങൾ വെച്ച് മാറിക്കഴിഞ്ഞാൽ ഉള്ള സംഘടനാ പ്രവർത്തനം കൂടി നിലച്ചു പോകും, ഉള്ള പ്രബോധന പ്രവർത്തനം കൂടി ഇല്ലാതെയാകും. നമ്മളിപ്പോ ഈ പോകുന്ന പോക്ക് പോകാൻ കഴിയില്ല എന്ന് അന്ന് പറഞ്ഞത് ഹക്കായിട്ട് സംഭവിച്ചു. പിന്നെ സംഭവിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, ഇനി നിങ്ങൾ ഇപ്പൊ ഈ സിഹറിന്റെ വിഷയം തീരുമാനാക്കാതെ പോയാൽ അത് നിങ്ങളെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകില്ല. അത് പറഞ്ഞ പോലെ 2018 ആയപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും ഭിന്നിക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ എന്താ സുഹൃത്തുക്കളെ ഈ കൂട്ടായ്മ ചെയ്ത കുറ്റം? നിങ്ങളൊന്ന് പറയും. ഈ ഹക്ക് പറഞ്ഞു എന്നുള്ളതാണ്, ഈ സത്യം പറഞ്ഞു എന്നുള്ളതാണ്. ആ സത്യം പറഞ്ഞത് കേൾക്കാതെ വന്നപ്പോ അത് തന്നെ സംഭവിച്ചു എന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി സത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞത് എന്താ, നിങ്ങള് പിന്നെ ഏതൊരു പള്ളി കേരളത്തിൽ എവിടെ ഉണ്ടാക്കുകയാണെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ പള്ളിക്ക് സ്ഥലം വാങ്ങി അതിന്റെ കലക്ഷനും കാര്യം നടക്കുന്ന സമയത്ത് ഇത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ് എന്ന് പരസ്യമായി പ്രസംഗിച്ച ആൾക്കാരുണ്ട്. എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്തിനധികം ഒരു ഇക്കാമത്ത് കൊടുത്താൽ, പല പള്ളികളിൽ നിന്ന് സംഭവം നടന്ന ഈ ഇക്കാമത്ത് കൊടുത്താൽ ആ ഇക്കാമത്ത് ഒഴിവാക്കിയിട്ട് പിന്നെ വേറെ കൊടുക്കുക. അത് ഈ കൂട്ടായ്മയിൽപ്പെട്ട ഒരാൾ ഇക്കാമത്ത് കൊടുത്താൽ പറ്റൂല, അത് വേറെ കൊടുക്കുക, എന്നിട്ട് നിസ്കരിക്കുക. എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. നിങ്ങൾ ആലോചിക്കുക. ഞാൻ ആ സാധുക്കളൊന്നും കുറ്റം പറയില്ല, ഈ പള്ളിയിലുള്ള സാധാരണക്കാരെ കുറ്റം പറയില്ല. അവർ ഈ ഏകപക്ഷീയമായി ഇത് കേട്ടിട്ട് വിഷം കയറിയിട്ട് വിഷം തുപ്പാണ് യഥാർത്ഥത്തിൽ. ഏതുപോലെ നമ്മുടെ നാട്ടിൽ ഇന്ന് സംഘപരിവാറും തീവ്ര ഹിന്ദുത്വ വിഭാഗങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി ഉണ്ടാക്കുന്ന വെറുപ്പ് ഉൽപാദനം ഉണ്ടല്ലോ, ആ വെറുപ്പ് ഉൽപാദിപ്പിച്ച് ഇന്ന് എവിടെ എത്തി? ഇന്നിപ്പോ കാശ്മീരിലെ പ്രശ്നം ഉണ്ടായി, ആ പഹൽഗാമിലെ പ്രശ്നം ഉണ്ടായപ്പോ അത് വെച്ചുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയെ വേട്ടയാടുന്ന സംഭവങ്ങൾ നമ്മൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താ വിഷയം? നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റ് ആയ കർണാടകയിൽ ഒരു സാധു മനുഷ്യനെ, ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സഹോദരനെ അടിച്ചു കൊന്നു. 100-200 ആളുകൾ കൂടി തച്ചു കൊന്നു എന്നാ പറയുന്നത്. എന്തിയ കാര്യം? ഈ വെറുപ്പാണ്. ഈ വെറുപ്പ് പറഞ്ഞ് മുസ്ലിം എന്ന പേര് കേൾക്കുമ്പോഴേക്ക് അവനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ്. അവൻ പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചു എന്നാണ്. പക്ഷെ ഇപ്പോഴത് അവിടുത്തെ പോലീസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു, അങ്ങനെ അയാൾ വിളിച്ചിട്ടില്ല, അയാളൊരു മാനസിക. ഞാൻ അതിനെ പറ്റി അന്വേഷിച്ചു. അദ്ദേഹം ശരിക്ക് സ്വദേശം പറപ്പൂരാണ്, പക്ഷെ താമസമുള്ളത് പിന്നെ ഇവിടെ വയനാട്ടില് പുൽപ്പള്ളിയിലാണ്. പക്ഷെ ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, ചെരുപ്പൊന്നും ഇടൂല. അദ്ദേഹത്തിന് മാനസികമായ വിഭ്രാന്തിയുള്ള ആളാണ്. അങ്ങനെ നടക്കും, ഓരോ സ്ഥലത്ത് കൂടി എത്തി അവിടെ എന്തെങ്കിലും പണിയെടുത്തു കൂടി അങ്ങനെ പോണ ഒരു മനുഷ്യനാണ്. എന്നിട്ട് ആ മനുഷ്യനെ വെച്ചിട്ട് എന്ത് ചെയ്തു, അയാൾ പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചാൽ തന്നെ എല്ലാവരും കൂടെ കൂടി തച്ചു കൊല്ലാമെന്നത് ഇന്ത്യയിലെ നിയമമായോ? അത് പറയണത് എന്താണ്? ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. അതായത് വിദ്വേഷവും വെറുപ്പും ഒരു നാട്ടിൽ, ഒരു കുടുംബത്തിൽ, ഒരു മഹല്ലിൽ, ഒരു സമൂഹത്തിൽ അത് കുത്തിവെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാര് പ്രതികരിക്കുന്ന രൂപമാണത്. തച്ചു കൊല്ലാൻ അവർ തയ്യാറാകും. അതിന്റെ വേറൊരു രൂപമാണെന്ത്? ഇത് അവർ ജിന്നിനോട് പ്രാർത്ഥിക്കണോലാണ്, ഇവർ മാട്ടുമാരണോ നടത്തുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് അത് ആഴ്ചതോറും ഖുത്ബകളിലും മിമ്പറുകളിലും പറഞ്ഞ് ഇത് മാത്രം കേൾക്കുന്ന സഹോദരിമാർ, ഇത് മാത്രം കേൾക്കുന്ന നമ്മുടെ കാരണവന്മാർ, സാധുക്കളായ മനുഷ്യന്മാര്, തോളിൽ കൈയിട്ട് നടന്നിരുന്ന ആളുകള്, ഒന്നിച്ച് നടന്നി പ്രബോധനം നടത്തിയിരുന്ന ആളുകള് ഒക്കെ പരസ്പരം മിണ്ടാതെയായി തമ്മ് തെറ്റിച്ച് പിന്നെ കാണുമ്പോ തന്നെ എന്തൊരു പ്രയാസമായിരിക്കും ഉണ്ടാവുക അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും അവസരം കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് എളയൂരിലെ ഈ പ്രവർത്തകന്മാർ ഇങ്ങനെ ഒരു സദസ്സ് വിളിച്ചു കൂട്ടി ഇതിന്റെ വസ്തുത എന്നതാണെന്ന് പറയുന്നത്. ഇതാരോ കേട്ടില്ല എന്നുള്ളതല്ല, ഈ വിഷയം ഇവിടെ പറയാന്നുള്ളത് നമ്മളെ ബാധ്യതപ്പെട്ടത്. അത് അംഗീകരിക്കണോ അംഗീകരിക്കണമെന്നുള്ള വേറെ വിഷയം. നമ്മൾ നാലാളൊരു കാര്യം അംഗീകരിച്ചിട്ടില്ലെങ്കിലും പടച്ചോന്തിനൊക്കെ എന്ത് ചെയ്യും, കൊണ്ടുപോകും. നിങ്ങൾക്ക് ഓർമ്മല്ലേ, ഈ ഒരു കൂട്ടായ്മ ഉണ്ടായപ്പോ ആവർത്തിച്ച് പ്രസംഗിച്ചതാണെന്ന്. നിങ്ങൾക്ക് വെറും 6 മാസം ആയുസുള്ളൂ. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഇല്ലാതെയാകും. എത്ര സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ 6 മാസം മാത്രമല്ല, ഇന്ന് 10-12 വർഷം പിന്നിടുമ്പോ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഞങ്ങൾ പറയേണ്ടതില്ലല്ലോ. ഇത് തന്നെ വലിയൊരു ദൃഷ്ടാന്തമല്ലേ? നടുറോട്ടിലേക്ക് പൊരിവെയിലേക്ക് പറിച്ചെറിഞ്ഞ ഈ കൂട്ടായ്മ ഒന്നുമില്ലാടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് 100 കണക്കിന് പള്ളികൾ എന്നതുണ്ടാക്കി.
തലയെടുപ്പുള്ള ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്ന ആ ബോയ്സിനുള്ള സ്ഥാപനം വന്നു. അതിനുശേഷം പെൺകുട്ടികൾക്കുള്ള അതിമനോഹരമായ ഒരു സ്ഥാപനം പാണക്കാട് തലയുയർത്തി നിൽക്കുന്നു. ഈ തൊട്ടപ്പുറത്ത് മുക്കം ഗ്രീൻ വാലിയിൽ ഒരു പ്രമുഖമായ സ്ഥാപനം നടക്കുന്നു. പീസ് റേഡിയോ എന്ന് പറയുന്ന അതിബൃഹത്തായ ഒരു സംവിധാനം. ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ അത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് അതിന്റെ ലിസണേഴ്സ് കോൺഫറൻസ് നടന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. പുതുതായി ആ റേഡിയോ സംവിധാനം ആക്റ്റീവാക്കിയത്. ഈ സമയത്ത് പോലും ആയിരക്കണക്കിന് മനുഷ്യന്മാർ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നേർപ്പദം വാരിക വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വിസ്ഡം ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിങ്ങനെ വളരുന്നത്? ഈ ഹക്ക് സുഹൃത്തുക്കളെ ഒരാൾക്കും മൂടി വെക്കാൻ കഴിയില്ല. സൂര്യനെ ഒരിക്കലും മുറം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സൂര്യപ്രകാശത്തെ തടഞ്ഞു വെക്കാൻ കഴിയില്ല. മുറം കൊണ്ട് രാവിലെ കിഴക്ക് നിന്ന് ഉദിച്ചു വരുന്ന ആ സൂര്യപ്രകാശത്തെ നമ്മൾ ആരെങ്കിലും തടുത്തു വെക്കാൻ ആരെങ്കിലും തയ്യാറായാൽ നമ്മുടെ കൺമുന്നിൽ നിന്ന് ഒരു പക്ഷേ ആ സൂര്യൻ മറിഞ്ഞോഞ്ഞു പോയേക്കാം. നമുക്ക് ആ സൂര്യനെ കണ്ടില്ല എന്ന് വന്നേക്കാം. പക്ഷേ നാട്ടിൽ നിന്ന് ആ സൂര്യന്റെ വെളിച്ചം പോവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, നമ്മൾ എന്താണോ ഇവിടെ പറഞ്ഞത് അത് ഈ പ്രസ്ഥാനത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പ്രസ്ഥാനത്തിന് ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒട്ടും സംഭവിക്കുന്നേയില്ല. ഇവിടെ ആരാണ് ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന കേന്ദ്രം ഉണ്ടാക്കിയത്? ആരാണ് അടിച്ചിറക്കുന്ന കേന്ദ്രം ഉണ്ടാക്കിയത്? ഇതാണല്ലോ ആകെ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു കേന്ദ്രമോ സംവിധാനമോ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളെ നിലക്ക് നിർത്തുകയും ഈ സംഘടനയുടെ വേദി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കൃത്യമായി അവരോട് ശാസിക്കുകയും ചെയ്ത പ്രസ്ഥാനം കൂടിയാണിത്. മാത്രവുമല്ല, അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ആളുകളെ വരെ പിന്നീട് ഇത് പറയാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചു. എന്തൊരു വഷളത്തരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ? ഞാൻ ആളുകളെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. അതായത് ഇത്തരം ശ്രമങ്ങൾ നടത്തിയ ആൾക്കാർ അതിന്റെ പേരിൽ തന്നെ നിങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല, നിങ്ങൾ ഈ വേദിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക ചെയ്തത്. എന്നിട്ട് അതേ ആളുകളെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? അവരുടെ ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട്, അവര് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ട ആൾക്കാർ കേരളം മുഴുവൻ പ്രസംഗിക്കുക. ഇവരാളെന്നു എന്നിട്ട് അയാൾ പറയുന്ന എല്ലാ കളവുകളും വെച്ച് കെട്ടി സംസാരിക്കും. എന്തൊരു ഗതികേടുണ്ട് ഇതൊക്കെ പറയാൻ. ഇതിനോട് സ്ഥാപിച്ച് കിട്ടാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട് സഹോദരങ്ങളെ. ഇതൊക്കെ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ആരോടും വിരോധമല്ല, നമുക്ക് ആരെ കുറിച്ചും അങ്ങനെ പറയണമെന്നില്ല. നമുക്കിവിടെ പ്രബോധന പ്രവർത്തനം നടക്കണം. അതിന് തടസ്സം വന്നപ്പോൾ ഒരു വഴി നമ്മൾ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ബസ്സിന് പോവുകയായിരിക്കും. ആ കോഴിക്കോട്ടേക്ക് പോകുന്ന സമയത്ത് ആ ബസ് വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. ആ ബ്രേക്ക് ഡൗൺ ആയപ്പോ കുറച്ച് സമയമൊക്കെ അതിലിരുന്നു. ആ വണ്ടി എന്നെ നേരെ ഇങ്ങോട്ട് പോകുമോ നോക്കി, പക്ഷെ പോണില്ല, അത് നേരാണില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് പോണത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യത്തിനാണ്. അവിടെ എത്തണമെങ്കിൽ എന്റെ തൊട്ട് ബാക്കിൽ വേറെ ബസ് വരുന്നുണ്ട്. ഇതിന്ന് ഇറങ്ങിയിട്ട് അതിൽ കയറി ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ഇന്റർവ്യൂവിനാണ് പോണത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കാണ് പോകണം. ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഡോക്ടർ ഏത് ബസ്സിനെ വന്നു എന്നൊന്നും ചോദിക്കൂല. അവിടെ സമയത്ത് ടോക്കണിന്റെ സമയത്ത് എത്തിയോന്നേ നോക്കുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇപ്പൊ വിഷയം. സുഹൃത്തുക്കളെ, നമുക്ക് പരലോകത്തേക്ക് പോകണം. എപ്പോഴും നമ്മൾ മരിക്കാമെന്നും പറയാൻ കഴിയില്ല. നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ ശരിയായ തൗഹീദ് നമ്മൾ വിശ്വസിച്ചോ, ശരിയായ സുന്നത്ത് നമ്മൾ സ്വീകരിച്ചോ, ഖുർആനും സുന്നത്തിന് എതിരെന്തെങ്കിലും ചെയ്തോ, ഇതേ അള്ളാഹ് ചോദിക്കുള്ളൂ. അത് ഏത് സംവിധാനത്തിൽ ചെയ്തെന്നൊന്നും ചെയ്യൂല, അതിന്റെ പേരും നോട്ടീസും ഒന്നും ചോദിക്കൂല. അത്രേ ഉള്ളൂ. ഇതൊരു വലിയ സംഭവമാക്കി വെച്ചിട്ട് നമ്മള് ഈ സംഘടനാ സംവിധാനത്തെ ആ രീതിയിലേക്ക് കൊണ്ടുവന്ന് അതിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ആദർശം പ്രബോധനം ചെയ്യണമെങ്കിൽ സംഘടനാ സംവിധാനം വളരെ അത്യാവശ്യമാണ്. അതേ നമ്മൾ കാണുന്നുള്ളൂ. അതിന് വേറെ സംവിധാനം ഉണ്ടായി, അത്രേ ഉള്ളൂ. അതിന് നമ്മൾ ഇനി ഒരു പേരിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം നടത്തി, അതിന്റെ പേരിൽ കോടതി കയറി, അതിന്റെ പേരിൽ പ്രോഗ്രാമുകൾ മുടങ്ങി, അങ്ങനെ ഒരു പ്രശ്നം വേണ്ട വിചാരിച്ചിട്ടാണ് ആർക്കും തലവേദന ഇല്ലാത്ത വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നുള്ളൊരു പേരും പുതിയത് ഇട്ടുകൊണ്ടുപോയത്. എന്നിട്ട് ഇത് പോകുന്ന സമയത്ത് ഇതിന്റെ പിന്നാലെ കൂടി ഇതിനെ തന്നെ ആക്രമിക്കുകയും ഇതിനെ തന്നെ ചീത്ത പറയുകയും അതിനു വേണ്ടി തന്നെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെന്താ ചെയ്യുക? അതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ ഈ വിഷയങ്ങൾ നമ്മൾ വിശദീകരിക്കേണ്ടി വരുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അതായത് ഇപ്പോ ശിർക്ക് ആരോപിച്ച ആളുകൾ തന്നെ ശിർക്കിൽ അകപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു നല്ലൊരു മാനസികാവസ്ഥയോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണോ മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം അവിടെ പ്രബോധനം ചെയ്തത് അതിന്റെ ഒരു തുടർച്ച മാത്രം. ഇത് പുതിയ ഒരു പേരും സംവിധാനവുമാണ് എങ്കിലും ഇതിന്റെ ആശയവും ആദർശവും ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ എന്താണോ പറഞ്ഞത് അത് അതുപോലെ പറയാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിച്ചാൽ ക്ലിയർ ആവും. ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പോരാടുന്നത് ശിർക്കിനെതിരെയാണ്, അത് ബിദ്അത്തുകൾക്കെതിരെയാണ്, മതനിരാസത്തിനെതിരെയാണ്, ലിബറൽ സംസ്കാരത്തിന് എതിരെയാണ്, ഹദീസ് നിഷേധത്തിനെതിരെയാണ്, പ്രമാണത്തെ പരിഹസിക്കുന്നതിന് എതിരെയാണ്, നാട്ടിലുണ്ടാകുന്ന സകലവിധ ആത്മീയ ചൂഷണങ്ങൾക്കും എതിരെയാണ്, മന്ത്രവാദങ്ങൾക്കെതിരെയാണ്, കൂടോത്രങ്ങൾക്കെതിരെയാണ്, കള്ളക്കറാമത്തുകൾക്കെതിരെയാണ്, ഇവിടെ ഉണ്ടാകുന്ന ലഹരിക്കെതിരെയാണ്, പലിശക്കെതിരെയാണ്, വ്യഭിചാരത്തിനെതിരെയാണ്, സകലവിധ അഴിഞ്ഞാട്ടത്തിനുമെതിരെയാണ്. സമഗ്രമായി ഇസ്ലാമിന്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം പ്രബോധനം ചെയ്ത അതേ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയുടെ പേരാണ് സുഹൃത്തുക്കളെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് പ്രഖ്യാപിക്കുന്നത് അതിന്റെ പ്രമാണം വിശുദ്ധ ഖുർആനും സുന്നത്തുമാകുന്നു എന്നതാണ്. അതിന്റെ മാർഗം സലഫുകളുടെ മാർഗമാകുന്നു എന്നതാണ്. അതിന്റെ മൻഹജ് കൃത്യമായി നമുക്കിവിടെ വിശദീകരിക്കാൻ കഴിയും. അത് പറയുന്ന മൻഹജ് ഒരു പ്രമാണമല്ല, അത് രീതിശാസ്ത്രം മാത്രമാണ്. മാത്രവുമല്ല ആ മൻഹജ് അഞ്ചാം മദ്ഹബല്ല, അത് സത്യം മനസ്സിലാക്കുവാനുള്ള ഒരു മാനദണ്ഡം മാത്രമാണ്. അത് ഗൾഫ് ഇറക്കുമതിയല്ല, പ്രമാണങ്ങൾ മാറ്റുരച്ചു നോക്കുവാനുള്ള ഒരു ഉരകല്ലിന്റെ പേരാണ് മൻഹജു സലഫ് എന്ന് പറയുന്നത്. അഖിലും നഖിലും വന്നാൽ നഖിലാണ് മുൻഗണന, അഥവാ പ്രമാണത്തിനാണ് മുൻഗണന എന്ന കാഴ്ചപ്പാട് കൃത്യമായി അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെയുള്ള മാർക്സിസ്റ്റ് ദഅവ വിഭാഗവുമായി ഉണ്ടായ ഒരു വലിയ പ്രശ്നം മുമ്പും ഇപ്പോഴും അവരുടെ രീതി എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് അവർ പറയുന്നത് പിന്നെ ബുദ്ധിക്ക് സ്ഥാനമല്ല ഇവർ ഇസ്ലാമിൽ നിന്നാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ബുദ്ധിക്ക് സ്ഥാനമല്ല എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ ബുദ്ധിക്ക് നല്ല സ്ഥാനമുണ്ട്. അത് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഖുർആനിനെ പറ്റി ചിന്തിക്കണമെന്ന് തന്നെ ഖുർആൻ പല സ്ഥലത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ബുദ്ധിമാന്മാരെ, നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയാണത്. നിങ്ങൾ ചിന്തിക്കണം, ഇതിനെക്കുറിച്ച്, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കണം എന്ന് ഖുർആൻ തന്നെ കൃത്യമായി പറയുന്നത് സൂറത്ത് 38-ാം അധ്യായം 29-ാമത്തെ ആയത്തിലും അതുപോലെ തന്നെ സൂറത്ത് മുഹമ്മദിലെ 24-ലും സൂറത്ത് നിസായിലെ 82-ാമത്തെ ആയത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സൃഷ്ടി പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവലം തഫക്കറു ഫീ അൻഫുസിഹിം മാ ഖലഖല്ലാഹു സ്സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വഅജലിൻ മുസമ്മാ വഇന്ന കതീറൻ മിനൻ നാസി ബിലിഖാഇ റബ്ബിഹിം ലകാഫിറൂൻ എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർ അവരുടെ മനസ്സുകളിൽ ചിന്തിച്ചു നോക്കുന്നില്ലേ എന്ന് തന്നെ ചോദിക്കുന്ന അനവധി പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മുൻ സമുദായങ്ങളെ കുറിച്ച് ചിന്തിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുൽ സീറൂ ഫിൽ അർളി ഹുമ്മൻളുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. അതേപോലെ ഒന്നിനെയും അന്ധമായി നിങ്ങൾ പിൻപറ്റരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അതുപോലെ ബുദ്ധിക്ക് കുഴപ്പമുണ്ടാക്കുന്നത് വർജിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഅദാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാ വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. ഈ പിശാച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ ശത്രുതയും ഭിന്നിപ്പും കുഴപ്പവും ഉണ്ടാക്കാനാണ്. എന്തിലൂടെ? മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും എന്നാണ്. അപ്പൊ മദ്യവും ചൂതാട്ടവും നമ്മുടെ ഇടയിൽ ശത്രുതയും കുഴപ്പവും ബുദ്ധിമുട്ടും നിങ്ങളെ ബുദ്ധിയുടെ ഇല്ലാതെയാക്കുന്നതും ഒക്കെയാണ്. അതുകൊണ്ട് അത് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖുർആന് ബുദ്ധിക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്താ വ്യത്യാസം? ബുദ്ധിയാണ് എല്ലാം, അതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളത് ഇസ്ലാമികമല്ല. ഇതാണ് വ്യത്യാസം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, നീ പറയുക ഖുൽ അർറൂഹു മിൻ അംരി റബ്ബി, അതെന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, അതിൽ നിന്നും
വളരെ കുറച്ചു മാത്രമേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ എന്നാണ്. അതായത് നമുക്ക് വളരെ കുറച്ച് വിവരം എന്ത് ചെയ്തിട്ടുള്ളൂ, അള്ളാഹു അതിൽ നിന്ന് നൽകിയിട്ടുള്ളൂ എന്ന ഒരു വിനയബോധം നമുക്കുണ്ടാകണം. കാരണം എന്താ അറിയാം, നമുക്ക് ഇവിടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിനപ്പുറത്തുള്ള വിവരം മനുഷ്യന് കിട്ടൂല. കാരണം ശാസ്ത്രത്തിന് തന്നെ പരിമിതിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ശാസ്ത്രം വർക്ക് ചെയ്യുന്നത് 3 വിധമാണ്. ഒന്ന് റിട്രാക്ഷൻ ആണ്, അഥവാ വിഡ്രോവലാണ്, അഥവാ പിൻവലിക്കലാണ്. ഇപ്പോ പ്ലൂട്ടോ 9ാമത്തേതാണ് എന്ന ആശയം ഇപ്പോൾ ഇതാ പിൻവലിക്കുന്നു. ഒരു വർഷം 1 മില്യൺ കണ്ടുപിടുത്തം ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ എത്രയോ കണ്ടുപിടുത്തങ്ങൾ പിൻവലിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തേത് നമുക്കറിയാം, അമെൻമെന്റുകളാണ്, കറപ്ഷനുകളാണ് നടക്കുന്നത് ശാസ്ത്രത്തിൽ, ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിൽ. അതായത് പീരിയോഡിക് ടേബിള് ആദ്യം ഇത്രയില്ല, 118ആയി, ഇനിയും അത് കണ്ടുപിടിക്കുമെന്ന് പറയുന്നു. അതെ, അതിൽ പല അമെൻമെന്റുകളും വന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തത് അഡ്വാൻസ്മെന്റുകളാണ്, ഇന്നോവേഷനുകളാണ്, പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. അത് വളരെ കുറച്ചു മാത്രമാണ്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ശാസ്ത്രത്തിന് വരെ പരിമിതി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരേ നമുക്ക് കിട്ടുള്ളൂ എന്നതാണ്. അതിനപ്പുറമുള്ള വിവരം സുഹൃത്തുക്കളെ, അതിനാണ് വഹി എന്ന് പറയുന്നത്. ആ വഹി അള്ളാഹുവിൽ നിന്ന് കിട്ടണം. ആ വഹയാണ് വിശുദ്ധ ഖുർആൻ. ആ വഹയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഇതാണ് വിഷയം. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ? ഖുർആനും സുന്നത്തിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാലും, വഹയിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാലും, അത് നമ്മുടെ ബുദ്ധിക്ക് പറ്റാത്തതാണെങ്കിൽ മാറ്റിവെക്കണം എന്നാണ്. അങ്ങനെയാണ് സിഹിറിന്റെ ഹദീസ് എടുക്കാത്തത്. അങ്ങനെയാണ് ഒരുപാട് ഹദീസുകൾ ഇവിടെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, ഈ രീതി നമ്മുടെ നയമല്ല. ഇത് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോ പരപ്പനങ്ങാടി ഒരുപാട് സംവാദങ്ങൾ നടന്നല്ലോ. ആ സംവാദങ്ങൾ കേട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ആശയം അവർ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതേ ആശയമുള്ള ആളുകൾ മർക്കസ് ദഅവയിൽ നിന്ന് ഐക്യപ്പെട്ട് KNM-ൽ എത്തിയ പല ആളുകളും ഇപ്പോഴും KNM-ൽ നിൽക്കുന്നുണ്ട്. ഇതാണ് വിഷയം. അവരതേ വിശ്വാസത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഞാൻ അവരുടെ പേരൊന്നും പറയണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണോ മർക്കസ് ദഅവയുടെ വിഭാഗ ഹദീസുകളെ കുറിച്ച് വിശ്വസിക്കുന്ന അതേ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ ശാഖയിലല്ല, മണ്ഡലത്തിലല്ല, ജില്ലയിലല്ല, സംസ്ഥാന കമ്മിറ്റിയിൽ ഭാരവാഹികളായി മുന്നോട്ട് പോകുന്നുണ്ട്. ആർക്കാ നിഷേധിക്കാൻ പറ്റുക? എവിടെ എത്തി നമ്മൾ ആദർശം? നമ്മൾ കേരള നേതൃത്വ മുജാഹിദിന്റെ പ്രവർത്തകന്മാരാണ്, ISM-ന്റെ പ്രവർത്തകന്മാരാണ്, MSN പ്രവർത്തകന്മാരാണ് എന്ന് പറഞ്ഞ് രാവിലെ എണീറ്റ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ പ്രവർത്തകർ ഇങ്ങനെ ചീത്ത പറഞ്ഞതുകൊണ്ട് നമ്മളെ പ്രശ്നമില്ലാതെ പോകും. ഇതിനാർക്കും ചീത്ത പറയാം, നമുക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. ആ ചീത്ത പറയുന്നൊക്കെ കൂലി നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ സ്വന്തം സംഘടനയിൽ എന്താ നടക്കണമെന്ന് ആലോചിക്കണ്ടേ? എന്താ നടക്കുന്നത്? ഈ മൻഹജ് ഉള്ളവരും ഇല്ലാത്തവരും, ഹദീസുകൾ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഒക്കെ അടങ്ങുന്ന ഒരു ടീമായിട്ടാണ് ഇത് പ്രവർത്തിച്ച് മുന്നോട്ട്. ഇങ്ങനെ പോയ ഒരു സംഘടനക്ക് ജീവൻ ഉണ്ടാവില്ല. അതിന് ആദർശം വെട്ടിത്തുറന്ന് പറയാൻ കഴിയില്ല. ഈ പ്രശ്നമാണ് നമ്മൾ നേരത്തെ ഉന്നയിക്കുന്നത്, ഇപ്പോഴും പറയുന്നത് അതാണ്. ഇപ്പൊ അത് നിങ്ങൾ അനുഭവിക്കണില്ലേ? പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സജീവമായി പ്രവർത്തിച്ചിരുന്ന പല മഹല്ലുകളും മണ്ഡലങ്ങളും ഒക്കെ ഇപ്പൊ ഒരു പരിപാടി നടക്കാതെ നിൽക്കണം. എന്താ കാരണം? ഈ രണ്ടഭിപ്രായമുള്ള ആൾക്കാർ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായ എങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക? ഈ പ്രശ്നത്തെ നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ? ഇത് ക്ലിയർ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? അതിനെ ജിന്നൂരികളാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കണവരാണെന്ന് വാദിച്ചിട്ട് എന്താ കാര്യം? അവനവന്റെ സ്വന്തം സംഘടനയിൽ എന്ത് നടക്കുന്നു എന്ന് ആലോചിക്കണ്ടേ? ഞാൻ അതാ പറയുന്നത്, ആദർശമാണ് നമുക്ക് പ്രധാനം. ആ ആദർശത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് അതിൽ 2-3 അഭിപ്രായം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് വലിയ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കും. അത് ഇനിയും ആരെങ്കിലും ഉൾക്കൊള്ളാത്തവരുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്കുകളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രസ്ഥാനത്ത് ഈ ആളുകളെ ഒഴിവാക്കിയിട്ട് 10-13 വർഷമായല്ലോ. അതിനുശേഷം എന്തൊക്കെ ഐക്യവും പിളർപ്പും ആളുകളെ മാറ്റി നിർത്തലും എടുക്കലും എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അപ്പൊ അതിന് തന്നെ മനസ്സിലായിക്കൂടെ എന്ത്? ഈ ഒഴിവാക്കിയ ആൾക്കാരല്ല കുറ്റക്കാര്. ഒരു വീട്ടില് ഭയങ്കര പ്രശ്നം. അപ്പൊ പ്രശ്നക്കാരി അവിടെ കെട്ടിക്കൊണ്ടുവന്ന മരുമകളാണ് എന്ന് എല്ലാവരും തീരുമാനിച്ചു. അവള് വന്നതിന് ശേഷം ആകെ പ്രശ്നമായത്. അങ്ങനെ അവസാനം എന്താക്കി? ആ മരുമകളെ കാര്യം തീർത്തോളം വീട്ടിൽ കൊണ്ടേക്കി. അങ്ങനെ അവളൻ പോയാല് പ്രശ്നം തീരണ്ടേ? അവളായിരുന്നു പ്രശ്നമെങ്കിൽ
അവൾ പോയാൽ പ്രശ്നം തീരണ്ടേ? പക്ഷെ അവള് പോയിട്ട് പിന്നെ ആ വീട്ടിൽ കസറയാണെങ്കിലോ അപ്പൊ മനസ്സിലായി കൂടെ അവളല്ല പ്രശ്നം. ക്ലിയർ അല്ലേ വിഷയം? ഇതെന്താ നമുക്ക് മനസ്സിലാകാത്തത്? എന്താത് മനസ്സിലാകാത്തത്? ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിൽ, ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത വന്നുകൊണ്ടിരിക്കും. അവിടെ മണ്ഡലം കമ്മിറ്റിയും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയും 2 നിലപാടിലാണ് പോകുന്നത്. ആ നിലപാടിന്റെ ഒപ്പം വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ ചേർന്ന് നിന്ന് കൊടുക്കുകയാണ്. അവർ പരസ്യമായി കത്തയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തത് തീരാത്തത് ഈ പ്രശ്നം? ഇത് തീരണമെങ്കിൽ ഈ ആദർശപരമായ കാര്യം തീരുമാനാക്കാതെ തീരൂലത്. ഇതേ അന്നും പറഞ്ഞുള്ളൂ, ഇപ്പോഴും നമുക്ക് പറയേണ്ടത് അതാണ്. അപ്പൊ നമ്മളും കൂടി ആ വളഞ്ഞിയിൽ ഒട്ടിയിട്ട് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പണി നടക്കാതിരിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് സുഹൃത്തുക്കളെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് വേറെ ഒരു സംവിധാനവും പള്ളി മദ്രസും പരിപാടിയായിട്ട് പോകണം. കാരണം നമുക്ക് കുറച്ച് ആയുസ്യം, ഇത് കാത്തിക്കാനാവില്ല. ഇപ്പൊ എത്ര ആൾക്കാർ മരണപ്പെട്ടു പോയി. ഇപ്പൊ ഈ അടുത്തതാ നമ്മളെ ചമ്മാട് അബൂബക്കർ ഡോക്ടർ മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എത്ര പണ്ഡിതന്മാർ നമ്മളിന്ന് വിട്ടുപിരിഞ്ഞു പോയി അല്ലേ? ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും മരിച്ചു പോകുമ്പോൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവിടെ ആകെ പ്രശ്നമായിരുന്നു, കുഴപ്പമായിരുന്നു. അതുകൊണ്ട് അതൊക്കെ തീരാൻ വേണ്ടി കാത്തുന്നു. ഞാൻ പ്രബോധനവും നടത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരു നിമിഷം നമുക്ക് വെറുതെ വെക്കാൻ പറ്റൂല. നമുക്കിത് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അത് ഇവിടുന്ന് ഇപ്പം മഞ്ചേരിക്കാണ് പോകുമ്പോൾ ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് പോയിട്ട് അവിടെ കാരാവറമ്പിന്റെ അവിടെ ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ അപ്പുറത്ത് കൂടി പിന്നെ മാപ്പണിട്ട വേറൊരു വഴിന് കാണിച്ചു തരും. ആ വഴിക്ക് കൂടി പോകും. അതങ്ങനെ പോയിട്ട് മറ്റേ റൂട്ടുമ്മക്ക് തന്നെ കയറും. പിന്നെ അവിടെ ബ്ലോക്ക് ആണെങ്കിൽ വേറെ വഴിക്ക് കൂടി പോകും. നമുക്ക് മഞ്ചേരി അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇത് നമ്മൾ ഈ ദഅവാ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു സംവിധാനം അത്രയേ ഉള്ളൂ. ആ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രംഗത്ത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചുകൊണ്ട് നമ്മുടെ ആയുസ് നമ്മൾ കടഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരുമെന്ന ഉത്തമമായ ബോധ്യം നമുക്ക് ഉണ്ടാകണമെന്നാണ് എനിക്ക് എല്ലാവരോടും ഇവിടെ സൂചിപ്പിക്കാനുള്ള സുപ്രധാനമായ കാര്യം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവകാശപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പ്രവാചകന്മാര് പഠിപ്പിച്ച ആ തൗഹീദിൽ അത് ഉറച്ചു നിൽക്കും. ഖുർആനിലും സുന്നത്തിലും സ്വഹീഹായി വന്ന എല്ലാ ഹദീസും അത് സ്വീകരിക്കും. എല്ലാ ഹദീസും അതിന്റെ അടിവരയിടുകയാണ്. അതേപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ അത് അംഗീകരിക്കും. ഇപ്പൊ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ കൊച്ചാക്കി സംസാരിക്കുന്ന പല ആളുകളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുജാഹിദ് പണ്ഡിതന്മാർ പ്രമാണമായി എഴുതിയ ഗ്രന്ഥങ്ങൾ, അതുപോലെ നൽകിയ മറുപടികൾ ഏതൊക്കെ ഉണ്ടോ അത് പ്രാമാണികമായി വന്നതൊക്കെ നമ്മൾ അംഗീകരിക്കും. ഇങ്ങനെ പറയാൻ ഇന്ന് അതിന് അവകാശപ്പെടുന്ന ആളുകൾക്ക് കഴിയില്ല. ആ പുസ്തകം വിൽക്കുന്ന ആളുകൾക്ക് കഴിയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഒരിക്കലും മാറ്റി പറയേണ്ട ഒരു ഗതികേട് നമുക്ക് 2002 ശേഷവും വന്നിട്ടില്ല, 2012 ശേഷവും വന്നിട്ടില്ല, ഈ സമയത്തും വന്നിട്ടില്ല, ഖിയാമത്ത് നാളെ വരെ വരികയുമില്ല. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ നിലപാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഈ ഇളയൂരിലുള്ള എല്ലാ നമ്മുടെ KNM-ലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് ആരോടും ഒരു എതിർപ്പില്ല, ആരോടും ഒരു വിരോധമല്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാത്രം തമ്മിൽ തച്ചുങ്ങാണ്ട് സമയം കളയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ഗ്രൗണ്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താ അവസ്ഥ? CM മടവൂര് പടച്ചോനാണെന്ന് പറഞ്ഞ് പാട്ട് പാടുന്ന കാലാണ്. നമ്മൾ ആലോചിച്ചേക്ക് എവിടെ എത്തിയവര്. പണ്ടൊക്കെ യാഥാസ്ഥിക വിഭാഗത്തോട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, മൗലവി നിങ്ങൾ എന്തിനാ ഞങ്ങളെങ്ങനെ പറയുന്നത്? ഞങ്ങൾ മുഹ്യദ്ദീൻ ഷെയ്ഖും അതുപോലെ CM മടവൂരുമ്പിലൊന്നും പടച്ചോനൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ, ഞങ്ങൾ ഓല് കൊടുത്ത കൈവന്ന് സഹായിക്കുന്നല്ലേ വിശ്വസിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് പാട്ട് പാടുകയാണെന്ത്, CM മടവൂര് ഞങ്ങളെ പടച്ചോൻ തന്നെയാണ്. അതിന് നമ്മളൊക്കെ വിമർശിച്ചു, എതിർത്തു. അപ്പൊ നിവൃത്തിയില്ലാതെ ഇവിടെയുള്ള യാഥാസ്ഥിക വിഭാഗം എന്ത് ചെയ്തു, അതിനെതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ കുട്ടികൾ വിട്ടില്ല. അവർ ചോദിച്ച ചോദ്യം എന്താ അറിയോ? നമ്മൾ അക്കീദ അനുസരിച്ചു കൊണ്ട് എങ്ങനെ ഇത് തെറ്റാന്ന് പറയാം? എന്താ അക്കീദ? കൊടുത്ത കഴിവുകൊണ്ട് എന്ത് ചെയ്യും, അഭൗതികമായ പിന്നെ സഹായം ഈ മരിച്ചുപോയ ആൾക്കാർ ചെയ്യുന്നുള്ളതല്ലേ നമ്മളെ വിശ്വാസം. അപ്പൊ ഈ CM മടവൂരിന് കുറച്ചു കാലം പടച്ചോനാകാനുള്ള കഴിവ് പടച്ചോന് കൊടുത്തൂടെ എന്നാ ചോദ്യം. എന്താ ഉത്തരം പറയാം? ഒന്നുകിൽ മുജാഹിദുകൾ പറയുന്ന ഉത്തരം പറയണം, അത് പറഞ്ഞാൽ സുന്നി ആയില്ല, സുന്നീന്ന് മാറി. അല്ലെങ്കിലോ അവര് പറയുന്ന അക്കീദ പറയണം, അത് പറഞ്ഞാൽ ഇവര് പറയണത് അംഗീകരിച്ചു കൊടുക്കും വേണം. ഈ ഒരു കല്ലിന്റെ മുമ്പിൽ ഒന്നും കണ്ട് ഒരാൾ ആരാധിക്കാൻ വിചാരിക്കുക, ഒരു തൊപ്പിട്ട് ഒരാൾ പ്രാർത്ഥിക്കുക,
എടാ അത് കല്ലല്ലേ, തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ എന്താ കല്ലിന് പടച്ചോന് കഴിവ് കൊടുത്തൂടെ എന്ന് ചോദിച്ചാൽ ആ പോളിസി അനുസരിച്ച് അംഗീകരിക്കേണ്ടി വരും. ഇന്ന് അൽഹംദുലില്ലാഹ് അതിശക്തമായി പേരോടിനെ പോലെയുള്ള ആളുകൾ ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അതിന് ശക്തമായി പിന്നാലെ കൂടി നമ്മുടെ നമ്മുടെ ആദർശ സമ്മേളനങ്ങളിലുള്ള പ്രഭാഷണങ്ങൾ അതിനെ കൃത്യമായി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഇപ്പോൾ ഈ പേരോടിന്റെ നിലപാടിൽ വരെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ പ്രസ്ഥാനത്തിന്റെ വിജയം. അങ്ങനെയുള്ള വിജയങ്ങളാ സുഹൃത്തുക്കളെ വിജയം. അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജിന്നാക്കി കണ്ട് മുശരിക്കാക്കിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കണ്ട് കാലം കഴിക്കല്ല വേണ്ട. നമുക്കിവിടെ ഈ യാഥാസ്ഥിക വിഭാഗത്തോട് ഈ തൗഹീദിനെ കുറിച്ച് പറയാനുണ്ട്, ശിർക്കിനെ കുറിച്ച് പറയാനുണ്ട്, ബിദ്അത്തിനെ കുറിച്ച് പറയാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ലിബറലിസം എല്ലാ അർത്ഥത്തിലും ഇന്ന് നമ്മളെ വീടുകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ അവിടെ വന്നൊരു മുസ്ലിം കുട്ടിയോട് വന്നിട്ട് പിന്നെ അല്ലല്ല പടച്ചോല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യൂല, അംഗീകരിക്കൂല. എന്നാൽ ആ കുട്ടിയോട് അവന്റെ ഇച്ഛക്കനുസരിച്ച് കൊണ്ട് കുറേ താല്പര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും? അവൻ അതിന്റെ കൂടെ പോവും, ആ വേഷത്തിന്റെ പിന്നാലെ പോവും, ആ DJ പാർട്ടിയുടെ പിന്നാലെ പോവും, മൈ ബോഡി മൈ റൈറ്റ് എന്നുള്ള ആശയത്തിന്റെ പിന്നാലെ പോവും. പിന്നെ അതിനെതിര് വാപ്പി ഇമ്മി നിന്ന ആ വാപ്പാനി ഇമ്മാനെ അനുസരിക്കൂല. അതിനെതിര് മൗലവി പറഞ്ഞ മൗലവിനെ അംഗീകരിക്കൂല. അതിനെതിര് ഖുതുബി എന്ന് കേട്ടാ ഖുതുബ് അംഗീകരിക്കൂല. അതിനെതിരെ അള്ളി റസൂലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ അള്ളി റസൂലും അംഗീകരിക്കൂല. അങ്ങനെയാണ് മതനിഷേധികൾ ഉണ്ടാകുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ. അവിടെയാണ് നമ്മളെ കുട്ടികളുള്ളത്, നമ്മളെ നാടുള്ളത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഈ ശിർക്കിനും ബിദ്അത്തിനും എതിരിലും ഈ ലിബറൽ മതനിരാസത്തിനെതിരിലും അതിശക്തമായി നമുക്ക് പോരാട്ടം നടത്തണം. അതിൻ്റെ ഊർജം നമ്മൾ വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് സമയം കളയരുത്. ഇത്രേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ആ ആക്ഷേപങ്ങൾ നമ്മൾ പിൻവലിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ തിരുത്തുക. എന്നിട്ട് നല്ല നിലക്ക് മുന്നോട്ട് പോവുക. നമ്മളൊക്കെ ഒരേ കുടുംബക്കാരാണ്, ഒരേ മഹലിലുള്ളവരാണ്. നമ്മളൊക്കെ എല്ലാവരും ഈ പള്ളികളും മദ്രസകളൊക്കെ എല്ലാവരും ഒന്നിച്ചുണ്ടാക്കിയതാണ്. അതൊക്കെ ആ നിലക്ക് തന്നെ കൊണ്ടു നടക്കുക. അങ്ങനെ നമ്മൾ ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ ആ നല്ല നിലയ്ക്ക് എല്ലാവരെയും പ്രാർത്ഥന കിട്ടി മരിച്ചു പോകുന്ന ഒരു അവസ്ഥ സുഹൃത്തുക്കൾ ഉണ്ടാകും. ഇപ്പം എന്താ സംഭവിക്കണത് അറിയോ? ഈ കാലഘട്ടം വരെ നന്നായി നടന്നിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ജിന്നാണ് ശൈത്താനാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ ഒരാൾ മയ്യത്ത് ആ കൊണ്ടുവന്ന് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥകളെന്ന് ആലോചിച്ചു. എന്തിനാ മനുഷ്യന്മാരായിട്ട് മുഴുവൻ നമ്മൾ ആർക്കോ വേണ്ടി തെറ്റിങ്ങാണ്ട് മരിച്ചു പോകേണ്ട കാര്യം എന്താ? അതുകൊണ്ട് അത്തരം ആക്ഷേപങ്ങൾ ആരെങ്കിലും പറയണത് ഏറ്റുപിടിച്ച് പറയാതെ നമുക്ക് നാളെ പരലോകത്ത് സ്വർഗം കിട്ടണം. അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണിത്. ഇത് നമ്മൾ വേറെ എന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങളല്ല ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന കൃത്യമായ ഓർമ്മ നമുക്കുണ്ടാകുക. എല്ലാവരോടും എനിക്ക് ആവശ്യപ്പെടാൻ, ഇൻഷാ അല്ലാഹ് മെയ് 18-ാം തീയതി പെരിന്തൽമണ്ണ നടക്കുന്ന നമ്മുടെ കുട്ടികളുടെ സമ്മേളനം, ആ സമ്മേളനത്തിൽ നമ്മുടെ മക്കളെ മുഴുവൻ നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്ത് എത്തിക്കണം. എന്തിനാ? ആ സമ്മേളനത്തിൽ ഇൻഷാ അല്ലാഹ് പടച്ചോൻ തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ആളുകളൊക്കെ വരും, കുട്ടികളൊക്കെ വരും. പക്ഷെ നമ്മളെ കുട്ടി അവിടെ എത്തിയാലേ നമുക്കതുകൊണ്ടുള്ള ഉപകാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളെ മക്കൾ അവിടെ ഉണ്ട് എന്ന് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അതിനുള്ള വാഹനങ്ങൾ തയ്യാറാക്കുക. നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ദഅവാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? മരിച്ചു പോകണം. അങ്ങനെ അള്ളാഹിൻ്റെ തൃപ്തി നേടി സ്വർഗത്ത് പോകണം. അത്രേ നമുക്കുള്ളൂ. അതല്ലാതെ വേറൊരു പിന്നെ ആരോടും ഒരു പകയും വിദ്വേഷമില്ല. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഉപജീവന മാർഗം മുടങ്ങി നിൽക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ ഉപജീവന മാർഗം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചിട്ട് ഇതുവരെ സന്താന സൗഭാഗ്യമില്ലാത്ത സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين.